കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. കഥകൾ കേൾക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കണം, ഗ്രാമർ ഐഡിയ മനസ്സിലാക്കണം. A long time ago, every town in England had a workhouse. കുറെ കാലങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലെ എല്ലാ ടൗണുകളിലും വർക്ക് ഹൗസ് ഉണ്ടായിരുന്നു. Workhouse. A building where very poor people were sent to live and given work to do. വളരെ പാവപ്പെട്ട വ്യക്തികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരുന്ന ഒരു ബിൽഡിങ്ങിനെയാണ് വർക്ക് ഹൗസ് എന്ന് പറയുന്നത്. This was a house for very poor people. വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സ്ഥലമായിരുന്നു അത്. Oliver Twist was born in a workhouse. ഒലിവർ ട്വിസ്റ്റ് ജനിച്ചത് ഒരു വർക്ക് ഹൗസിലായിരുന്നു. ഒലിവർ ട്വിസ്റ്റ് വാസ് ബോൺ, അതൊരു പാസീവ് സെന്റൻസ് ആണ്. His mother was a young woman. ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മ ഒരു ചെറുപ്പക്കാരിയായിരുന്നു. She was very ill when she came to the workhouse. വളരെയധികം സുഖമില്ലാത്ത അവസ്ഥയിലാണ് ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മ വർക്ക് ഹൗസിൽ എത്തിയത്. A doctor and a woman were with her. ഒരു ഡോക്ടറും ഒരു സ്ത്രീയും ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. After Oliver Twist was born, his mother said, ഒലിവർ ട്വിസ്റ്റ് ജനിച്ചതിന് ശേഷം ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മ പറഞ്ഞു, I want to see my baby and then die. ഞാൻ എൻ്റെ കുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നു, അതിനുശേഷം മരിക്കുവാനും. You are too young to die, said the woman. You are too young എന്ന് പറഞ്ഞാൽ you are very young എന്നാണ് അർത്ഥം. The doctor put the little baby in his mother's arms. ഡോക്ടർ ആ കുട്ടിയെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. She kissed the baby and died. കുട്ടിയെ ചുംബിച്ചതിന് ശേഷം ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മ മരിച്ചു. She's dead, said the doctor. അവൾ മരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു. Poor dear, she came here last night. ഇന്നലെ രാത്രിയാണ് അവൾ വന്നത്. No one knows where she's from, said the woman. അവൾ ഏത് പ്രദേശത്തുള്ളവളാണെന്ന് ആർക്കും തന്നെ അറിയില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. The old woman began to dress the baby with very old clothes. വയസ്സായ ആ സ്ത്രീ ഒലിവർ ട്വിസ്റ്റിനെ വസ്ത്രം ധരിപ്പിച്ചു. Oliver was alone in the world. ഒലിവർ ഈ ലോകത്ത് തനിച്ചായിരുന്നു. He was an orphan. അവൻ ഒരു അനാഥനായിരുന്നു. No one loved him. ആരും തന്നെ അവനെ സ്നേഹിച്ചില്ല. When Oliver was small, he lived in an orphanage with other orphans. ചെറുപ്പമായിരുന്ന സമയത്ത് ഒലിവർ ട്വിസ്റ്റ് ഒരു അനാഥാലയത്തിൽ മറ്റ് അനാഥർക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. He and the other children had very little food and very little love. ഒലിവർ ട്വിസ്റ്റിനും മറ്റു കുട്ടികൾക്കും വളരെ കുറച്ച് ഭക്ഷണവും വളരെ കുറച്ച് സ്നേഹവും മാത്രമേ അവിടെ ലഭിച്ചിരുന്നുള്ളൂ. Many of the children died because they were cold or hungry. തണുപ്പും വിശപ്പും കാരണം വളരെയധികം കുട്ടികൾ മരിച്ചുപോയി. Oliver survived, but he was small and thin. Survived, അതിജീവിച്ചു. ഒലിവർ അതിജീവിച്ചു, പക്ഷേ അവൻ മെലിഞ്ഞ വലുപ്പം കുറഞ്ഞ കുട്ടിയായിരുന്നു. His face was very white. അവന്റെ മുഖം വളരെ വെളുത്തതായിരുന്നു. On his 9th birthday, Oliver left the children's home. 9 വയസ്സുള്ള സമയത്ത് ഒലിവർ ആ വീട് വിട്ടുപോയി. He was sad to leave his only friends. അവന്റെ സുഹൃത്തുക്കളെ വിട്ടുപോകുന്നതിൽ അവന് ദുഃഖമുണ്ടായിരുന്നു. He went to live in a workhouse.
ഒരു വർക്ക് ഹൗസിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവൻ പോയത്. He worked long hours for the workhouse. അവൻ അവിടെ വളരെയധികം സമയം ജോലി ചെയ്തു. They gave him only one bowl of porridge 3 times a day and an onion twice a week. ഓട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് പോർജ്. 3 times a day, ദിവസം 3 നേരം. Twice a week, ആഴ്ചയിൽ 2 തവണ. ഓട്സ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം ഒരു പാത്രം ദിവസം 3 നേരവും ആഴ്ചയിൽ 2 തവണ ഉള്ളിയുമാണ് അവർ ഒലിവർ ട്വിസ്റ്റിന് നൽകിയിരുന്നത്. On Sundays, he had a small piece of bread. ഞായറാഴ്ചകളിൽ അവന് ഒരു ചെറിയ കഷണം ബ്രെഡ് ലഭിച്ചിരുന്നു. Oliver and his companions were very hungry and very unhappy. ഒലിവർ ട്വിസ്റ്റിനും കൂട്ടാളികൾക്കും വളരെ വിശപ്പും ദുഃഖവും ഉണ്ടായിരുന്നു. They never asked for a second bowl of porridge. They were afraid. അവരാരും രണ്ടാമത് ഭക്ഷണം ചോദിച്ചിരുന്നില്ല. അവർക്ക് ഭയമായിരുന്നു. But after 3 months, they became terribly hungry. 3 മാസങ്ങൾക്ക് ശേഷം അവർക്ക് വളരെ വിശപ്പ് തോന്നി. One day, Oliver took his empty bowl to the master. ഒരു ദിവസം ഒലിവർ ട്വിസ്റ്റ് തന്റെ ഒഴിഞ്ഞ പാത്രവും കൊണ്ട് മാസ്റ്ററുടെ അടുത്തേക്ക് ചെന്നു. Please, sir, He said, I want some more porridge. ഞാൻ കുറച്ചുകൂടി പോറിജ് ആഗ്രഹിക്കുന്നു എന്ന് ഒലിവർ ട്വിസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞു. The master looked at Oliver. മാസ്റ്റർ ഒലിവറിനെ നോക്കി. He was surprised. അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. What? He said. എന്ത് എന്ന് അദ്ദേഹം ചോദിച്ചു. Please, sir, He said, I want some more porridge. തനിക്ക് കുറച്ചുകൂടി പോറിജ് ആവശ്യമുണ്ടെന്ന് ഒലിവർ ട്വിസ്റ്റ് രണ്ടാമതും ആവശ്യപ്പെട്ടു എന്ന് സാരം. The master hit Oliver with his big spoon. മാസ്റ്റർ തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ സ്പൂൺ ഉപയോഗിച്ച് ഒലിവർ ട്വിസ്റ്റിനെ തല്ലി. Then he called Mr. Bumble. He was an important officer of the town. പിന്നീട് അദ്ദേഹം ബംബിൾ എന്ന വ്യക്തിയെ വിളിച്ചു. അദ്ദേഹം ആ നഗരത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓഫീസർ ആയിരുന്നു. What? Cried Mr. Bumble. ക്രൈ എന്ന വെർബിന് 2 മീനിങ് വരുന്നുണ്ട്. കരയുക എന്നും അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷൗട്ട് ലൗഡ്ലി, ഉറക്കെ ദേഷ്യത്തിൽ പറയുക. He took Oliver to the directors of the workhouse and said, Oliver Twist asked for more porridge. ഒലിവർ ട്വിസ്റ്റ് വീണ്ടും പോറിജ് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വർക്ക് ഹൗസിലെ അധികാരികളെ അറിയിച്ചു എന്ന് സാരം. For more porridge? They cried. കൂടുതൽ പോറിജ് ആവശ്യപ്പെട്ടോ എന്ന് ദേഷ്യത്തോടും അതിശയത്തോടും കൂടി അവർ ചോദിച്ചു എന്ന് സാരം. They looked at each other. അവർ പരസ്പരം നോക്കി. They were surprised. അവർക്ക് ആശ്ചര്യം തോന്നി. He must leave the workhouse. ഒലിവർ ട്വിസ്റ്റ് നിർബന്ധമായും വർക്ക് ഹൗസ് വിട്ടുപോകണമെന്ന് അവരെല്ലാവരും പറഞ്ഞു. ഒരു വ്യക്തി ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മസ്റ്റ് എന്ന മോഡൽ വർക്ക്ഷോപ്പ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് എന്ന മോഡൽ വർക്ക്ഷോപ്പിന് ശേഷം വെബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക. ഹി മസ്റ്റ് ലീവ്, നിർബന്ധമായും അവൻ വർക്ക് ഹൗസ് വിട്ടു പോകണം എന്നാണ് അവർ പറഞ്ഞത്. Mr. Bumble put Oliver in a cold, dark room for 1 week. ബംബിൾ എന്ന വ്യക്തി ഒലിവർ ട്വിസ്റ്റിനെ തണുത്ത ഇരുട്ടുള്ള മുറിയിൽ ഒരാഴ്ചയോളം പൂട്ടിയിട്ടു. Every morning, Mr. Bumble beat Oliver with a stick in front of his friends. എല്ലാ ദിവസവും ബംബിൾ എന്ന വ്യക്തി ഒലിവർ ട്വിസ്റ്റിന്റെ സുഹൃത്തുക്കൾക്ക് മുൻപിൽ ഒരു വടി ഉപയോഗിച്ച് അടിച്ചു.
Oliver cried all day, and he did not sleep at night. ഒലിവർ പകൽ മുഴുവൻ കരഞ്ഞു. രാത്രിയിൽ അവൻ ഉറങ്ങിയില്ല. One day, Mr. Bumble met his friend, Mr. Sowerberry. ഒരു ദിവസം ബംബിൾ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സുഹൃത്ത് സൗബറിയെ കണ്ടുമുട്ടി. Mr. Sowerberry was a tall, thin man. സൗബറി ഉയരമുള്ള മെലിഞ്ഞ വ്യക്തിയായിരുന്നു. He made coffins for dead bodies. അദ്ദേഹം മരിച്ച ശവശരീരങ്ങൾക്ക് വേണ്ടി ശവപ്പെട്ടികൾ തയ്യാറാക്കിയിരുന്നു. Many of the dead bodies came from the workhouse. കൂടുതൽ ശവശരീരങ്ങൾ വന്നിരുന്നത് വർക്ക് ഹൗസിൽ നിന്നും ആയിരുന്നു. Mr. Bumble asked, ബംബിൾ എന്ന വ്യക്തി സൗബറിയോട് ചോദിച്ചു, Do you want a boy to work in your shop? നിങ്ങളുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഒരു ആൺകുട്ടിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? You will pay nothing, and we will give you £5. നിങ്ങൾ ഒന്നും ഞങ്ങൾക്ക് നൽകേണ്ടതില്ല. ഞങ്ങൾ നിങ്ങൾക്ക് 5 പൗണ്ട്സ് തരും. Mr. Sowerberry thought a moment and said, Yes, I want the boy and the £5. അല്പസമയം ചിന്തിച്ചതിന് ശേഷം സോബറി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 5 പൗണ്ട്സും കുട്ടിയെയും വേണം. Mr. Bumble was happy. ബംബിൾ എന്ന വ്യക്തിക്ക് വളരെ സന്തോഷമായി. In the evening, he took Oliver to Mr. Sowerberry's shop. വൈകുന്നേരം ബംബിൾ എന്ന വ്യക്തി ഒലിവർ ട്വിസ്റ്റിനെ സോബറിയുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. Oliver looked at Mr. Bumble and started crying. ഒലിവർ ബംബിൾ എന്ന വ്യക്തിയെ നോക്കി കരയാൻ ആരംഭിച്ചു. I want to be a good boy. I am a very little boy, sir. And it is so lonely. So very lonely. ഞാനൊരു നല്ല കുട്ടിയാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ കുട്ടിയാണ്. ഞാൻ തനിച്ചാണ് എന്നെല്ലാം കരഞ്ഞുകൊണ്ട് ഒലിവർ ട്വിസ്റ്റ് ബംബിൾ എന്ന വ്യക്തിയോട് പറഞ്ഞു. Oliver's thin face was covered with tears. ഒലിവർ ട്വിസ്റ്റിന്റെ മുഖം കണ്ണീരുകൊണ്ട് നിറഞ്ഞു. Here is the boy, Said Mr. Bumble. ഇതാ ആ കുട്ടി എന്ന് ബംബിൾ എന്ന വ്യക്തി സോബറിയോട് പറഞ്ഞു. Mr. Sowerberry looked at Oliver. സൗബറി ഒലിവർ ട്വിസ്റ്റിനെ നോക്കി. Then he called his wife. പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു. This boy is very small. She said. ഈ കുട്ടി വളരെ ചെറുതാണ് എന്ന് അവൾ പറഞ്ഞു. Yes, he is small, Said Mr. Bumble. but children grow. അതെ, ഇവൻ ചെറിയ കുട്ടിയാണ്, പക്ഷേ കുട്ടികൾ വളരും എന്ന് സോബറി തന്റെ ഭാര്യയോട് പറഞ്ഞു. Children cost a lot of money. Said Mrs. Sowerberry. കുട്ടികൾക്ക് വേണ്ടി വളരെയധികം പണം ചെലവാക്കേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞതിന്റെ സാരം. She looked at Oliver and said, അവൾ ഒലിവർ ട്വിസ്റ്റിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു. The dog isn't here tonight, so you can eat his food. ഇന്ന് രാത്രി നായ ഇവിടെ ഇല്ല, അതുകൊണ്ട് നിനക്ക് നായയുടെ ഭക്ഷണം കഴിക്കാം. Here are some cold pieces of meat. ഇതാ കുറച്ച് തണുത്ത ഇറച്ചി കഷ്ണങ്ങൾ. Oliver ate the dog's food quickly. വളരെ വേഗത്തിൽ ഒലിവർ ട്വിസ്റ്റ് നായയുടെ ഭക്ഷണം കഴിച്ചു. Come with me. She said. എന്റെ കൂടെ വരൂ എന്ന് അവൾ ഒലിവർ ട്വിസ്റ്റിനോട് പറഞ്ഞു. Your bed is in the shop. നിങ്ങളുടെ കിടക്ക ഷോപ്പിലാണ്. You can sleep here with the coffins. Good night. നിങ്ങൾക്കിവിടെ ശവപ്പെട്ടികളുടെ കൂടെ കിടക്കാം. There were a lot of coffins in the shop. ആ ഷോപ്പിൽ വളരെയധികം ശവപ്പെട്ടികൾ ഉണ്ടായിരുന്നു.
Oliver was very sad and afraid that night. ഒലിവർ ആ രാത്രി വളരെ ദുഃഖമുള്ളവനും ഭയമുള്ളവനുമായിരുന്നു. He was alone in a strange place. വിചിത്രമായ ആ സ്ഥലത്ത് അവൻ തനിച്ചായിരുന്നു. He was all alone in the world. He didn't have any parents, and he didn't have any friends either. അവൻ തീർത്തും തനിച്ചായിരുന്നു. അവന് മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ഉണ്ടായിരുന്നില്ല. The next morning, he heard a noise outside the shop door. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഷോപ്പിന് പുറമേ നിന്നും അവനൊരു ശബ്ദം കേട്ടു. Open the door, Said a voice. വാതിൽ തുറക്കൂ എന്നാണ് അവൻ കേട്ടത്. Oliver opened the door and saw a big boy. ഒലിവർ ആ ഡോർ തുറന്നു. തുറന്നപ്പോൾ ഒരു വലിയ ആൺകുട്ടിയെ കണ്ടു. He had small eyes and a red nose. അവന്റെ കണ്ണുകൾ വളരെ ചെറുതായിരുന്നു. ചുവന്ന മൂക്കാണ് അവനുണ്ടായിരുന്നത്. I'm Mr. Noah Claypole. Said the boy. You work under me. നീ എനിക്ക് കീഴിലാണ് ജോലി ചെയ്യുന്നത്. Open the windows immediately. ജനാലകൾ വേഗത്തിൽ തുറക്കൂ. Noah wasn't a friend. നോവ ഒരു സുഹൃത്തായിരുന്നില്ല. He was an enemy. അവൻ ഒരു ശത്രുവായിരുന്നു. Noah was jealous of Oliver. നോവയ്ക്ക് ഒലിവറിനോട് അസൂയ ഉണ്ടായിരുന്നു. He pulled his hair and his ears. നോവ ഒലിവർ ട്വിസ്റ്റിന്റെ തലമുടിയും ചെവികളും പിടിച്ചു വലിച്ചു. There were a lot of funerals during this time. ആ സമയത്ത് ധാരാളം ശവസംസ്കാരങ്ങൾ നടന്നിരുന്നു. Mr. Sowerberry gave Oliver a special black hat and dark jacket. സാവ്ബറി എന്ന വ്യക്തി ഒലിവർ ട്വിസ്റ്റിന് കറുത്ത തൊപ്പിയും ഇരുണ്ട ജാക്കറ്റും നൽകി. Oliver became a mourner at many funerals. Mourner. A person who attends a funeral, especially a friend or relative of the dead person, മരിച്ച വ്യക്തിയുടെ ബന്ധുവായോ അല്ലെങ്കിൽ സുഹൃത്തായോ ശവസംസ്കാര ചടങ്ങുകൾ സംബന്ധിക്കുന്ന വ്യക്തിയെയാണ് മോർണർ എന്ന് പറയുന്നത്. After the first funerals, Mr. Sowerberry asked, ആദ്യത്തെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം സോബറി ഒലിവർ ട്വിസ്റ്റിനോട് ചോദിച്ചു, Well, do you like funerals? ശവസംസ്കാര ചടങ്ങുകൾ നിനക്ക് ഇഷ്ടമാണോ? Oliver said, Not very much, sir. അധികം താല്പര്യമില്ല എന്ന് ഒലിവർ മറുപടി പറഞ്ഞു. One day, Noah said bad things about Oliver's mother. ഒരു ദിവസം നോവ ഒലിവറിന്റെ അമ്മയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു. Oliver's face became red with anger. ഒലിവറിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. He was furious. Furious. വെരി ആംഗ്രി. ഒലിവറിന് വളരെ ദേഷ്യം വന്നു. He hit the table and the chair. He hit Noah Claypole. He began beating him. നോവയെ അവൻ മർദ്ദിച്ചു. Noah was bigger than Oliver, but Oliver wasn't afraid. നോവ ഒലിവറിനേക്കാളും വലിപ്പമുള്ളവനായിരുന്നു. പക്ഷേ ഒലിവറിന് ഭയമുണ്ടായിരുന്നില്ല. Help! Noah cried. He's killing me! Mrs. Sowerberry and a servant came to the kitchen. സാവ്ബറിയും സേവകനും അടുക്കളയിലേക്ക് വന്നു. Together, they beat Oliver for a long time. അവരെല്ലാവരും ചേർന്ന് ഒലിവർ ട്വിസ്റ്റിനെ കുറെ സമയം മർദ്ദിച്ചു. Then Mrs. Sowerberry locked Oliver in a dark room. സാവ്ബറിയുടെ ഭാര്യ ഒലിവർ ട്വിസ്റ്റിനെ ഒരു ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ടു. ഒലിവർ ട്വിസ്റ്റിന് ഇനി എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്
കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. One day, Noah said bad things about Oliver's mother. Oliver's face became red with anger. He hit Noah Claypole. ഒരു ദിവസം ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ ഒലിവർ ട്വിസ്റ്റിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന നോവ എന്ന ചെറുപ്പക്കാരൻ പറയുകയും ഒലിവർ ട്വിസ്റ്റിന് ദേഷ്യം വരികയും ഒലിവർ ട്വിസ്റ്റ് നോയയെ മർദ്ദിക്കുകയും ചെയ്തു. Mrs. Sowerberry and a servant came to the kitchen. Together, they beat Oliver for a long time. Then Mrs. Sowerberry locked Oliver in a dark room. സൗബറിയുടെ ഭാര്യയും ഒരു വേലക്കാരനും അടുക്കളയിലേക്ക് ചെല്ലുകയും ഒലിവർ ട്വിസ്റ്റിനെ മർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷം സൗബറിയുടെ ഭാര്യ ഒലിവർ ട്വിസ്റ്റിനെ ഒരു ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ടു. Noah went to call Mr. Bumble. നോവ ബംബിൾ എന്ന വ്യക്തിയെ വിളിക്കുന്നതിന് വേണ്ടി പോയി. ഷോപ്പിൽ ജോലി ചെയ്യുന്നതിന് മുൻപ് ബംബിൾ എന്ന വ്യക്തിയായിരുന്നു ഒലിവർ ട്വിസ്റ്റിന്റെ യജമാനൻ. ബംബിൾ എന്ന വ്യക്തിയാണ് ഒലിവർ ട്വിസ്റ്റിനെ സോബറിക്ക് നൽകിയത്. Oh, Mr. Bumble, sir, Cried Noah. Oliver wanted to kill me and Mrs. Sowerberry. ഒലിവർ ട്വിസ്റ്റ് തന്നെയും സോബറിയുടെ ഭാര്യയെയും വധിക്കുവാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് നോവ ബംബിളിനോട് പറഞ്ഞു. Please come with me. ദയവ് ചെയ്ത് എൻ്റെ കൂടെ വരൂ. When Mr. Bumble and Noah arrived at the shop, Mr. Bumble cried, Oliver! ബംബിളും നോവയും ഷോപ്പിലെത്തിയപ്പോൾ വളരെ ദേഷ്യത്തിൽ ബംബിൾ ഒലിവറെ വിളിച്ചു. I want to go out. cried Oliver from the dark room. ഞാൻ പുറമേ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇരുണ്ട മുറിയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ഒലിവർ ട്വിസ്റ്റ് പറഞ്ഞു. Do you know this voice, Oliver? asked Mr. Bumble. നിനക്ക് ഈ ശബ്ദം അറിയുമോ? നിനക്ക് ഈ ശബ്ദം പരിചയമുണ്ടോ എന്ന് ബംബിൾ ഒലിവർ ട്വിസ്റ്റിനോട് ദേഷ്യത്തിൽ ചോദിച്ചു. Yes. answered Oliver. Aren't you afraid? asked Mr. Bumble. നിനക്ക് പേടിയില്ലേ എന്ന് ബംബിൾ ഒലിവർ ട്വിസ്റ്റിനോട് ചോദിച്ചു. Aren't you afraid? നിനക്ക് പേടിയില്ലേ? ആർ പ്ലസ് നോട്ട് മിക്സ് ചെയ്യുമ്പോൾ ആറിൻറ്റ് എന്നല്ല ആൻറ്റ് എന്നാണ് പറയേണ്ടത്. ആർ പ്ലസ് നോട്ട് aunt, ആൻറ്റ്. അതുപോലെ തന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഐ എന്ന സബ്ജക്റ്റിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഓക്സിലറി വെർബ് ആം അല്ല ആൻറ്റ് ആണ്. ആൻറ്റ് എ ക്ലെവർ, ഞാൻ സമർത്ഥനല്ലേ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. Aren't you afraid? asked Mr. Bumble. No. said Oliver in a courageous voice. തനിക്ക് ഭയമില്ല എന്ന് വളരെ ധൈര്യത്തോടു കൂടി ഒലിവർ ട്വിസ്റ്റ് ബംബിളിനോട് പറഞ്ഞു. Mr. Bumble was surprised. ബംബിൾ എന്ന വ്യക്തിക്ക് ആശ്ചര്യം തോന്നി. He's crazy. said Mrs. Sowerberry. ഒലിവർ ട്വിസ്റ്റിന് വിവരമില്ല എന്നും അവന് വട്ടാണെന്നും സൗബറിയുടെ ഭാര്യ ബംബിളിനോട് പറഞ്ഞു. crazy, പല സിറ്റുവേഷൻസിൽ പല മീനിങ് ആണ് വരിക. സ്റ്റുപ്പിഡ് വിവരമില്ലാത്ത എന്ന മീനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെന്റലി ഇൽ ഭ്രാന്തനായ എന്ന അർത്ഥവും വരുന്നുണ്ട്. No, he's not crazy. said Mr. Bumble. It's the meat. What? said Mrs. Sowerberry. It's the meat. You gave him too much meat to eat. ഇറച്ചി നൽകിയതാണ് ഒലിവർ ട്വിസ്റ്റിന് ഇത്രയും ധൈര്യം ലഭിക്കാൻ കാരണമെന്നാണ് ബംബിൾ എന്ന വ്യക്തി
സൗബറിയുടെ ഭാര്യയോട് പറഞ്ഞത്. At the workhouse we give them porridge, and this never happens. വർക്ക് ഹൗസിൽ ഞങ്ങൾ അവർക്ക് നൽകുന്നത് പോറിജാണ്. ഇതുപോലെയൊന്നും അവിടെ സംഭവിക്കാറില്ല. ഇറച്ചി നൽകിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സാരം. When Mr. Sowerberry came home, he beat Oliver too. സൗബറി വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹവും ഒലിവർ ട്വിസ്റ്റിനെ മർദ്ദിച്ചു. But he forgot to lock the door. പക്ഷേ അദ്ദേഹം ഡോർ ലോക്ക് ചെയ്യാൻ മറന്നു. That night, Oliver fell to the floor and cried all night. ആ രാത്രിയിൽ ഒലിവർ ട്വിസ്റ്റ് നിലത്ത് വീണ് രാത്രി മുഴുവൻ കരഞ്ഞു. He cried too many tears for a little boy. Early the next morning, he put a few clothes in a handkerchief. ഒലിവർ ട്വിസ്റ്റ് വളരെയധികം കരഞ്ഞു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഒരു തുവാലയിൽ അവൻ കുറച്ച് വസ്ത്രങ്ങൾ എടുത്തിട്ടു. Then he quietly left Mr. Sowerberry's shop. പിന്നീട് ശബ്ദമുണ്ടാക്കാതെ ഒലിവർ ട്വിസ്റ്റ് സൗബറിയുടെ ഷോപ്പ് വിട്ടുപോയി. Oliver didn't know where to go. എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒലിവർ ട്വിസ്റ്റിന് അറിയില്ലായിരുന്നു. He walked for a long time and he was very tired. കുറേ സമയം ഒലിവർ ട്വിസ്റ്റ് നടന്നു. അവൻ വളരെ ക്ഷീണിതനായി. He sat down on a milestone to rest. വിശ്രമിക്കുന്നതിനായി അവനൊരു നാഴികക്കല്ലിന്മേൽ ഇരുന്നു. The milestone said, London, 70 miles. ലണ്ടനിലേക്ക് എത്താൻ 70 മൈൽ ദൂരമെന്ന് ആ നാഴികക്കല്ലിന്മേൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എന്ന് സാരം. London? He thought. Mr. Bumble can't find me in London. ലണ്ടനിൽ എന്നെ കണ്ടെത്താൻ മിസ്റ്റർ ബംബിളിന് സാധിക്കുകയില്ല. So Oliver began walking again. ഒലിവർ ട്വിസ്റ്റ് വീണ്ടും നടക്കുവാൻ തുടങ്ങി. Oliver walked 20 miles the first day. ആദ്യത്തെ ദിവസം ഒലിവർ 20 മൈലുകൾ നടന്നു. He ate only one piece of bread with some water. ഒരു കഷണം ബ്രെഡും അല്പം വെള്ളവുമാണ് ഒലിവർ ട്വിസ്റ്റ് ഭക്ഷിച്ചത്. At night, he slept near the road. രാത്രിയിൽ അവൻ റോഡിന് സമീപം ഉറങ്ങി. The next morning, he was cold and hungry. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവന് തണുക്കുകയും വിശക്കുകയും ചെയ്തു. He bought some bread with his only penny. കയ്യിലുണ്ടായിരുന്ന നാണയം ഉപയോഗിച്ച് അവൻ അല്പം ബ്രെഡ് വാങ്ങി. He walked 12 miles that day. അന്ന് അവൻ 12 മൈലുകളാണ് നടന്നത്. As the days passed, Oliver became very weak. ദിവസങ്ങൾ കഴിയുന്തോറും ഒലിവർ വളരെ ക്ഷീണിതനായിക്കൊണ്ടിരുന്നു. A kind man gave him some bread and cheese. ദയാലുവായ ഒരു മനുഷ്യൻ ഒലിവർ ട്വിസ്റ്റിന് ബ്രെഡും ചീസും നൽകി. A poor old lady gave him some food and gentle words. വയസ്സായ പാവപ്പെട്ട ഒരു സ്ത്രീ അവന് കുറച്ച് ഭക്ഷണവും നല്ല വാക്കുകളും നൽകി. On the 7th day, Oliver was exhausted. ഏഴാമത്തെ ദിവസം ഒലിവർ വളരെ ക്ഷീണിതനായിരുന്നു. Exhausted. വെരി ടയർഡ്. ഒലിവർ ട്വിസ്റ്റ് വളരെ ക്ഷീണിതനായിരുന്നു എന്നർത്ഥം. He arrived in a little town near London. ലണ്ടന് സമീപമുള്ള ഒരു ചെറിയ നഗരത്തിൽ അവൻ എത്തിച്ചേർന്നു. He sat near the road to rest. അവൻ റോഡിന് സമീപം വിശ്രമിക്കുന്നതിന് വേണ്ടി ഇരുന്നു. Then, a strange boy looked at Oliver and said, Hello? What's the matter? അവിടെ ഉണ്ടായിരുന്ന ഒരു ആൺകുട്ടി ഒലിവറെ നോക്കി എന്താണ് കാര്യമെന്ന് ചോദിച്ചു. The boy had big ears and little eyes. ആ ആൺകുട്ടിക്ക് വലിയ ചെവികളും ചെറിയ കണ്ണുകളുമാണ് ഉണ്ടായിരുന്നത്. He was short. He was Oliver's age. അവന് ഉയരം കുറവായിരുന്നു. അവന്
ഒലിവർ ട്വിസ്റ്റിന്റെ പ്രായമായിരുന്നു. He wore a long man's coat and a man's hat. ഉയരമുള്ള മനുഷ്യർ ധരിക്കുന്ന തരം കോട്ടുകളാണ് അവൻ ധരിച്ചിരുന്നത്. അതുമാത്രമല്ല, മുതിർന്നവർ ധരിക്കുന്ന തരം തൊപ്പിയാണ് അവൻ ധരിച്ചിരുന്നത്. Oliver told him his sad story. ഒലിവർ അവന്റെ ദുഃഖം നിറഞ്ഞ കഥ അവനോട് പറഞ്ഞു. Come with me, Said the strange boy. എന്റെ കൂടെ വരൂ എന്ന് അവൻ ഒലിവർ ട്വിസ്റ്റിനോട് പറഞ്ഞു. I can help you. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. He smiled and took Oliver to an inn. അവൻ ഒലിവർ ട്വിസ്റ്റിനെ നോക്കി ചിരിച്ചു. അതുമാത്രമല്ല, ഒലിവർ ട്വിസ്റ്റിനെ ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോയി. At the inn, Oliver had bread, ham, and something to drink. സത്രത്തിൽ ഒലിവറിന് ഭക്ഷണവും പാനീയവും ലഭിച്ചു. I feel better. Said Oliver. എനിക്ക് സുഖം തോന്നുന്നുണ്ട് എന്ന് ഒലിവർ ആ കുട്ടിയോട് പറഞ്ഞു. The boy smiled and asked, Are you going to London? നിങ്ങൾ ലണ്ടനിലേക്കാണോ പോകുന്നത് എന്ന് ആ കുട്ടി ചിരിച്ചുകൊണ്ട് ഒലിവർ ട്വിസ്റ്റിനോട് ചോദിച്ചു. Yes. answered Oliver. Do you want a place to sleep? നിങ്ങൾക്ക് ഉറങ്ങാൻ ഒരു സ്ഥലം വേണോ? Oh, yes, please. Said Oliver. I slept outside in the cold for 7 nights. 7 ദിവസം രാത്രിയിലും താൻ പുറമെ തണുപ്പത്താണ് ഉറങ്ങിയതെന്നും തനിക്ക് ഉറങ്ങാൻ സ്ഥലം വേണമെന്നും ഒലിവർ ആവശ്യപ്പെട്ടു. Stay with me. എന്റെ കൂടെ നിൽക്കൂ. I know an old man in London. എനിക്ക് ലണ്ടനിലുള്ള ഒരു വയസ്സായ വ്യക്തിയെ അറിയാം. You can sleep at his house. നിനക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉറങ്ങാൻ സാധിക്കും. Oliver was happy to accept his help. ഒലിവർ സന്തോഷത്തോടുകൂടി ആ സഹായം സ്വീകരിച്ചു എന്നർത്ഥം. My name's Jack Dawkins, but they call me Dodger. The two boys walked to the big city together. 2 കുട്ടികളും ഒരുമിച്ച് ആ വലിയ നഗരത്തിലേക്ക് നടന്നുപോയി എന്ന് സാരം. It was almost 11 p.m. when they arrived in London. ഏകദേശം 11 മണിക്കാണ് അവർ ലണ്ടനിൽ എത്തിച്ചേർന്നത്. Oliver followed Dodger. ഒലിവർ ഡോഡ്ജറെ പിന്തുടർന്നു. He looked at the small, dirty streets and the old houses. ഒലിവർ പഴയ വീടുകളും വൃത്തിഹീനമായ ചെറിയ തെരുവുകളും നോക്കി. The ground was wet. നിലത്ത് നനവുണ്ടായിരുന്നു. Everything was ugly. എല്ലാം വൃത്തിയില്ലാത്തതായിരുന്നു. There was an awful smell everywhere. മോശമായ മണമായിരുന്നു എല്ലായിടത്തും. Awful. വെരി ബാഡ് ഓർ അൺപ്ലസന്റ്. വളരെ മോശമായ. Dodger stopped in front of an old black house. ഡോഡ്ജർ ഒരു കറുത്ത പഴയ വീടിന്റെ മുൻപിൽ ചെന്ന് നിന്നു. He and Oliver went up some broken stairs. കുറച്ച് തകർന്ന ചവിട്ടുപടികൾ കയറി ഒലിവറും ഡോഡ്ജറും മുകളിലേക്ക് ചെന്നു. They entered a dark, dirty room. അവർ ഒരു ഇരുണ്ട വൃത്തിയില്ലാത്ത മുറിയിൽ പ്രവേശിച്ചു. There were a lot of young boys. അവിടെ വളരെയധികം ചെറിയ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. There was an ugly old man near the fire. വൃത്തിയില്ലാത്ത വയസ്സനായ ഒരു മനുഷ്യൻ തീക്ക് സമീപം ഉണ്ടായിരുന്നു. He had red hair and a red beard. അദ്ദേഹത്തിന് ചുവന്ന തലമുടിയും ചുവന്ന താടിയും ഉണ്ടായിരുന്നു. He wore dirty clothes. വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. He smiled at Oliver and said, അദ്ദേഹം ഒലിവറെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. I'm happy to meet you. I'm Fagin. Oliver looked at all the handkerchiefs hanging in the room. മുറിയിൽ തൂങ്ങിക്കിടന്നിരുന്ന എല്ലാ തുവാലകളിലേക്കും ഒലിവർ നോക്കി. Fagin said, We washed them. ഞങ്ങൾ തുവാലകൾ കഴുകി
എന്ന് വയസ്സനായ ആ വ്യക്തി പറഞ്ഞു. Now sit down and eat some sausages. ഇരുന്ന് സോസേജസ് കഴിക്കാൻ വയസ്സനായ വ്യക്തി ഒലിവർ ട്വിസ്റ്റിനോട് ആവശ്യപ്പെട്ടു. Oliver was happy to eat some hot food in a warm room. ഇളം ചൂടുള്ള ആ മുറിയിലിരുന്ന് ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ഒലിവറിന് സന്തോഷമായിരുന്നു. He soon fell asleep. ഉടനെ തന്നെ അവൻ ഉറങ്ങി. The next morning, Oliver woke up late. പിറ്റേ ദിവസം പുലർച്ചെ വൈകിയാണ് ഒലിവർ എഴുന്നേറ്റത്. Fagin prepared a cup of coffee. ഫേഗിൻ എന്ന വയസ്സനായ വ്യക്തി ഒരു കപ്പ് കോഫി ഉണ്ടാക്കി. He turned around and looked at Oliver. അദ്ദേഹം തിരിഞ്ഞ് ഒലിവർ ട്വിസ്റ്റിനെ നോക്കി. Oliver closed his eyes and didn't move. ഒലിവർ അവന്റെ കണ്ണുകൾ അടച്ചു. അവൻ അനങ്ങിയില്ല. Fagin thought, Oliver is still asleep. ഒലിവർ മയക്കത്തിലാണെന്ന് ഫാഗൻ വിചാരിച്ചു. so he took a box from a secret place in the floor. നിലത്ത് രഹസ്യമായ ഒരു സ്ഥലത്ത് നിന്നും അദ്ദേഹം ഒരു പെട്ടിയെടുത്തു. He put the box on the table and opened it. അദ്ദേഹം ആ പെട്ടി മേശപ്പുറത്ത് വെച്ചതിന് ശേഷം തുറന്നു. He took out many beautiful watches and splendid jewels. Splendid. Very good. Very impressive. Very beautiful. മനോഹരമായ എന്നർത്ഥം. അദ്ദേഹം പെട്ടിയിൽ നിന്നും മനോഹരമായ വാച്ചുകളും ആഭരണങ്ങളും പുറത്തെടുത്തു. Suddenly, Fagin saw Oliver wake up. പെട്ടെന്ന് ഒലിവർ എഴുന്നേറ്റത് ഫാഗിൻ കണ്ടു. Fagin quickly closed the box. വളരെ പെട്ടെന്ന് ഫെഗിൻ ആ ബോക്സ് അടച്ചു. He was angry and said, Why are you awake? നീ എന്തുകൊണ്ട് എഴുന്നേറ്റു എന്ന് വളരെ ദേഷ്യത്തിൽ ഫെഗിൻ ഒലിവർ ട്വിസ്റ്റിനോട് ചോദിച്ചു. I'm sorry, sir. I just opened my eyes. said Oliver. എന്നോട് ക്ഷമിക്കൂ, ഞാൻ എൻ്റെ കണ്ണുകൾ ഒന്ന് തുറന്നേ ഉള്ളൂ എന്ന് ഒലിവർ ട്വിസ്റ്റ് ഫാഗിനോട് പറഞ്ഞു. Did you see those pretty things? asked Fagin. മനോഹരമായ വസ്തുക്കൾ നീ കണ്ടോ എന്ന് ഒലിവർ ട്വിസ്റ്റിനോട് ഫാഗിൻ ചോദിച്ചു. Yes, sir. said Oliver. I'm an old man, and they are all I have. Now go and wash your face. ഞാനൊരു വയസ്സനായ മനുഷ്യനാണ്, അവയെല്ലാം എൻ്റേതാണ്. ഇപ്പോൾ നീ പോയി നിന്റെ മുഖം കഴുകൂ എന്ന് ഒലിവർ ട്വിസ്റ്റിനോട് ഫാഗൻ പറഞ്ഞു. Oliver thought, Fagin must be a miser. മൈസർ, പിശുക്കൻ. ഫാഗിൻ ഒരു പിശുക്കനായിരിക്കുമെന്ന് ഒലിവർ വിചാരിച്ചു. He lives in a dirty place and has many jewels. അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെയധികം ആഭരണങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹം വൃത്തിയില്ലാത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. At that moment, Dodger and his friend Charlie Bates arrived. ആ സമയത്ത് ഡോഡ്ജറും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചാർലിയും അവിടെ എത്തിച്ചേർന്നു. They all sat down and had breakfast. അവരെല്ലാവരും അവിടെ ഇരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. Did you boys work this morning? Fagin asked. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എല്ലാവരും ജോലി ചെയ്തോ എന്ന് ഫാഗിൻ എല്ലാവരോടും ചോദിച്ചു. Yes, we did. Look, here are some wallets and some handkerchiefs. ഞങ്ങൾ ജോലി ചെയ്തു, തുവാലകളും വാലറ്റ്സും ഇവിടെയുണ്ട് എന്ന് അവരെല്ലാവരും വൃദ്ധനായ ആ മനുഷ്യനോട് പറഞ്ഞു. Wallet. A small flat folding case made of leather or plastic used for keeping paper money and credit cards in. വാലറ്റും പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണം സൂക്ഷിക്കുന്നതിന് വേണ്ടി സാധാരണ പുരുഷന്മാർ ഉപയോഗിക്കുന്നത് വാലറ്റ് ആണെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പേഴ്സാണ്. വാലറ്റിന് അമേരിക്കൻ ഇംഗ്ലീഷ് പ്രകാരം ബിൽഫോൾഡ് എന്നും പറയും. അതുപോലെ തന്നെ പേഴ്സിന് അമേരിക്കൻ ഇംഗ്ലീഷ് പ്രകാരം
ചേഞ്ച് പേഴ്സ് എന്നും പറയും. ഒലിവർ ട്വിസ്റ്റിന്റെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. At that moment, Dodger and his friend Charlie Bates arrived. They all sat down and had breakfast. Did you boys work this morning? Fagin asked. Yes, we did. Look, here are some wallets and some handkerchiefs. ഫാഗിൻ എന്ന വയസ്സനായ വ്യക്തിയുടെ അടുത്ത് ഒലിവർ ട്വിസ്റ്റ് എത്തിച്ചേരുന്നതും അതിനുശേഷം ഒലിവർ ട്വിസ്റ്റിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. After breakfast, Fagin and the two boys played a strange game. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഫാഗിനും 2 കുട്ടികളും വിചിത്രമായ ഒരു കളി കളിച്ചു. The old man put a wallet, a watch, some money and some handkerchiefs in his pocket. ഫാഗിൻ എന്ന വയസ്സനായ ആ വ്യക്തി ഒരു വാലറ്റും ഒരു വാച്ചും കുറച്ച് പണവും കുറച്ച് തുവാലകളും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഇട്ടു. Then he walked around the room. The boys followed him. പിന്നീട് അദ്ദേഹം നടന്നു. കുട്ടികൾ അദ്ദേഹത്തെ പിന്തുടർന്നു. Sometimes he stopped. ചിലപ്പോഴൊക്കെ അദ്ദേഹം നടത്തം നിർത്തി. I'm looking at a shop window, He said. ഞാനിപ്പോൾ ഒരു ഷോപ്പിന്റെ ജനാലയിലേക്ക് നോക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. I'm talking to a friend. ഞാനിപ്പോൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയാണ് എന്ന് ഫാഗിൻ കുട്ടികളോട് പറഞ്ഞു. The boys moved quickly and took the things from his pocket. കുട്ടികൾ വളരെ വേഗത്തിൽ ഫാഗിന്റെ പോക്കറ്റിൽ നിന്നും വസ്തുക്കൾ എടുത്തു. Good, well done. Said Fagin. പോക്കറ്റിൽ നിന്നും വസ്തുക്കൾ എടുത്ത കുട്ടികളെ ഫാഗിൻ അഭിനന്ദിച്ചു. Or No, I felt that. Try again. ഇല്ല, ഇപ്പോൾ ഞാനത് മനസ്സിലാക്കി, വീണ്ടും ശ്രമിക്കൂ എന്ന് ഫാഗിൻ കുട്ടികളോട് പറഞ്ഞു. they played the game many times. അവർ ആ കളി പലതവണ കളിച്ചു. Oliver watched and laughed a lot. ഒലിവർ അത് വീക്ഷിക്കുകയും വളരെയധികം ചിരിക്കുകയും ചെയ്തു. Do you want to play the game, Oliver? Fagin asked. ഈ കളി നീ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഒലിവർ ട്വിസ്റ്റിനോട് ഫാഗിൻ ചോദിച്ചു. Yes, please. Oliver said. He wanted to play too. ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒലിവർ ട്വിസ്റ്റ് മറുപടി പറഞ്ഞു. അവനും ആ കളി കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. Soon he was good at the game. ഉടനെ തന്നെ ഒലിവർ ട്വിസ്റ്റ് ആ കളിയിൽ സമർത്ഥനായി. You're a good boy, Oliver, said Fagin. നീ ഒരു നല്ല കുട്ടിയാണ് എന്ന് ഒലിവർ ട്വിസ്റ്റിനോട് ഫാഗിൻ പറഞ്ഞു. When the game was over, 2 young ladies came to visit Dodger and Charlie Bates. കളി അവസാനിച്ചപ്പോൾ 2 ചെറുപ്പക്കാരായ സ്ത്രീകൾ ഡോജറെയും ചാർലിയെയും സന്ദർശിക്കുന്നതിന് വന്നു. One was called Bet and the other Nancy. Their hair was long and their dresses were dirty. ഒരു സ്ത്രീയുടെ പേര് ബെറ്റ് എന്നും മറ്റേ സ്ത്രീയുടെ പേര് നാൻസി എന്നുമായിരുന്നു. അവരുടെ തലമുടി നീളമുള്ളതായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ അഴുക്കുള്ളതായിരുന്നു. One morning, Fagin said to Oliver, you can go out with Dodger and Charlie Bates today. ഒരു ദിവസം പ്രഭാതത്തിൽ ഫാഗിൻ ഒലിവറോട് പറഞ്ഞു, നിനക്ക് ഇന്ന്
ഡോജറുടെയും ചാർലിയുടെയും കൂടെ പുറത്തേക്ക് പോകാം. Oliver was happy and excited. He wanted to work. ഒലിവർ സന്തോഷമുള്ളവനും ആവേശഭരിതനുമായി. അവൻ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. He followed the two boys to the market. ഒലിവർ ആ രണ്ട് കുട്ടികളുടെയും കൂടെ മാർക്കറ്റിലേക്ക് പോയി. They walked very slowly. അവർ വളരെ പതുക്കെയാണ് നടന്നത്. Suddenly, Dodger stopped. "Be quiet," he said. ഉടനെ തന്നെ ഡോജർ നടത്തം നിർത്തി. നിശബ്ദരായിരിക്കൂ എന്ന് ഡോജർ പറഞ്ഞു. Do you see that old man near the bookshop? He's perfect. ബുക്ക് ഷോപ്പിന്റെ സമീപം നിൽക്കുന്ന വയസ്സനായ വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടോ? അദ്ദേഹം പെർഫെക്റ്റ് ആണ് എന്ന് ഡോജർ ചാർലിയോടും ഒലിവറിനോടും പറഞ്ഞു. The old man was in front of the bookshop window. വയസ്സനായ ആ വ്യക്തി ബുക്ക് ഷോപ്പിന്റെ ജനാലയ്ക്ക് മുൻപിൽ ആയിരുന്നു. Dodger and Charlie Bates went behind the old man. ഡോജറും ചാർലിയും വയസ്സനായ ആ വ്യക്തിയുടെ പുറകിലോട്ട് ചെന്നു. Dodger put his hand in the old man's pocket and pulled out a handkerchief. ഡോജർ വയസ്സനായ ആ വ്യക്തിയുടെ പോക്കറ്റിൽ കൈയിടുകയും തുവാല വലിച്ചെടുക്കുകയും ചെയ്തു. He gave it to Charlie Bates, and they both ran away. അവനത് ചാർലിക്ക് നൽകുകയും അവർ രണ്ടുപേരും ഓടിപ്പോവുകയും ചെയ്തു. Oliver immediately understood the strange game. വിചിത്രമായ ആ കളിയെക്കുറിച്ച് ഒലിവറിന് ഉടനെ മനസ്സിലായി. He also understood the mystery of Fagin's watches and jewels. ഫാഗിന്റെ വാച്ചുകളെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചുമുള്ള രഹസ്യവും ഒലിവർ മനസ്സിലാക്കി. He began to run. At that moment, the old man put his hand in his pocket. ഒലിവർ ഓടാൻ ആരംഭിച്ചു. ആ സമയം വയസ്സനായ ആ വ്യക്തി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ അദ്ദേഹത്തിന്റെ കൈകളിട്ടു. He did not find his handkerchief. വയസ്സനായ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തുവാല ലഭിച്ചില്ല എന്ന് സാരം. He turned around and cried, "Stop, thief!" Other people cried, Stop, thief! Dodger and Charlie Bates cried, Stop, thief! Everyone ran after poor Oliver. വയസ്സനായ വ്യക്തി തിരിഞ്ഞതിന് ശേഷം കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞു. ഡോജറും ചാർലിയും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും പാവം ഒലിവറിന്റെ പുറകെ ഓടി. Oliver ran and fell. ഒലിവർ ഓടുകയും വീഴുകയും ചെയ്തു. A policeman caught him and said, "Get up!" I didn't steal the handkerchief. cried Oliver. ഒരു പോലീസുകാരൻ ഒലിവറെ പിടിക്കുകയും എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ തുവാല മോഷ്ടിച്ചില്ല എന്ന് ഒലിവർ പറഞ്ഞു. Two other boys stole it, but they aren't here. വേറെ രണ്ട് കുട്ടികളാണ് അത് മോഷ്ടിച്ചത്, പക്ഷേ അവർ ഇവിടെയില്ല എന്ന് ഒലിവർ ട്വിസ്റ്റ് പറഞ്ഞു. "You're the thief," said the policeman. നീയാണ് ആ കള്ളൻ എന്ന് ഒലിവറിനോട് പോലീസുകാരൻ പറഞ്ഞു. No, no. Stop. I work at the bookshop and I saw everything, said another man. നിർത്തൂ, ഞാൻ ബുക്ക് ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ എല്ലാം കണ്ടു എന്ന് ബുക്ക് ഷോപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തി മറ്റുള്ള എല്ലാവരോടും പറഞ്ഞു. This boy is innocent. Two other boys stole the handkerchief. ഈ കുട്ടി നിഷ്കളങ്കനാണ്, വേറെ രണ്ട് കുട്ടികളാണ് തുവാല മോഷ്ടിച്ചത്. Oliver was free, but he was very weak and fell to the ground. ഒലിവറെ അവർ വിട്ടയച്ചു, പക്ഷേ അവൻ വളരെ ക്ഷീണിതനായിരുന്നു, നിലത്തേക്ക് വീഴുകയും ചെയ്തു. The old man was very kind and said, Oh, the poor boy. വയസ്സനായ ആ വ്യക്തിക്ക് ഒലിവറിനോട് ദയ തോന്നി എന്നർത്ഥം.
Look at his white face. He must come home with me. He called a carriage and took Oliver to his house. വയസ്സനായ ആ വ്യക്തിക്ക് ഒലിവറിനോട് ദയ തോന്നുകയും ഒലിവറിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. The old man's name was Mr. Brownlow. വയസ്സനായ ആ വ്യക്തിയുടെ പേര് ബ്രൗൺലോ എന്നായിരുന്നു. He lived in a very nice house in a quiet London street. ലണ്ടനിലെ ശാന്തമായ ഒരു തെരുവിൽ വളരെ നല്ല ഒരു വീട്ടിലാണ് വയസ്സനായ ആ വ്യക്തി താമസിച്ചിരുന്നത്. When Dodger and Charlie Bates arrived home, Fagin asked, Where's Oliver? ഡോഡ്ജറും ചാർലിയും വീട്ടിലെത്തിച്ചേർന്നപ്പോൾ ഫാഗിൻ ചോദിച്ചു, എവിടെയാണ് ഒലിവർ? A policeman took him away. said Dodger. What? Cried Fagin. ഒരു പോലീസുകാരൻ അവനെ കൊണ്ടുപോയി എന്ന് ഡോഡ്ജർ മറുപടി പറഞ്ഞു. എന്ത് എന്ന് വളരെ ഗൗരവത്തിൽ ഫാഗിൻ ചോദിച്ചു. He was furious. Furious. വെരി ആംഗ്രി. ഫാഗിന് വളരെ ദേഷ്യം വന്നു. Oliver can tell the police about us. We must find him. ഒലിവറിന് നമ്മളെക്കുറിച്ച് പോലീസിനോട് പറയാൻ സാധിക്കും. നിർബന്ധമായും നമ്മൾ അവനെ കണ്ടെത്തണം. A strong man opened the door and entered the room. He had dirty clothes. വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ വാതിൽ തുറന്ന് മുറിക്കുള്ളിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അഴുക്കുള്ളതായിരുന്നു. He was about 35 years old and had angry eyes. അദ്ദേഹത്തിന് ഏകദേശം 35 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. ദേഷ്യമുള്ള കണ്ണുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. His name was Bill Sykes. He was Fagin's friend. An old dog followed him. അദ്ദേഹത്തിന്റെ പേര് ബിൽ സൈക്ക് എന്നായിരുന്നു. അദ്ദേഹം ഫാഗിന്റെ സുഹൃത്തായിരുന്നു. വയസ്സായ ഒരു നായ അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. You're angry today, Mr. Sykes? said Fagin. Give me something to drink, Fagin, said Sykes angrily. തനിക്കെന്തെങ്കിലും കുടിക്കാൻ തരൂ എന്ന് വളരെ ദേഷ്യത്തിൽ സൈക്സ് ഫാഗിനോട് പറഞ്ഞു. Fagin told Sykes about Oliver. ഫാഗിൻ ഒലിവറിനെ കുറിച്ച് സൈക്സിനോട് പറഞ്ഞു. Sykes said, We must find that boy. I have a plan. Listen carefully. നമ്മൾ നിർബന്ധമായും ആ കുട്ടിയെ കണ്ടെത്തണം. എനിക്കൊരു പദ്ധതിയുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന് സൈക്സ് ഫാഗിനോട് പറഞ്ഞു. When Oliver arrived at Mr. Brownlow's house, he was very ill. He almost died. ഒലിവർ ബ്രൗൺലോയുടെ വീട്ടിൽ എത്തിയപ്പോൾ ഒലിവറിന് തീരെ സുഖമുണ്ടായിരുന്നില്ല. ബ്രൗൺലോയുടെ വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ ഒലിവറിന് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. When Oliver arrived at Mr. Brownlow's house, he was very ill. He almost died. For many days, he lay in a clean bed in a sunny room. Mr. Brownlow's housekeeper took care of him. Her name was Mrs. Bedwin. ബ്രൗൺലോയുടെ വീട്ടിലെത്തിയപ്പോൾ ഒലിവറിന് വളരെ സുഖമുണ്ടായിരുന്നില്ല. കുറേ ദിവസം സൂര്യപ്രകാശമുള്ള ഒരു മുറിയിൽ നല്ല കിടക്കയിൽ അവൻ കിടന്നു. ബ്രൗൺലോയുടെ ഹൗസ് കീപ്പറാണ് ആ ദിവസങ്ങളിൽ അവനെ ശുശ്രൂഷിച്ചിരുന്നത്. അവളുടെ പേര്
ബെഡ്വിൻ എന്നായിരുന്നു. She and Mr. Brownlow were very kind to the little boy. ബെഡ്വിൻ എന്ന ആ സ്ത്രീയും ബ്രൗൺലോയും ഒലിവർ ട്വിസ്റ്റിനോട് വളരെ ദയയോടുകൂടിയാണ് പെരുമാറിയതെന്ന് സാരം. There was a picture of a lady near Oliver's bed. ഒലിവറിന്റെ കിടക്കയ്ക്ക് സമീപം ഒരു സ്ത്രീയുടെ ചിത്രമുണ്ടായിരുന്നു. What a beautiful lady, He said, but her eyes are very sad. ആ സ്ത്രീ വളരെ മനോഹരിയാണെന്നും പക്ഷേ അവളുടെ കണ്ണുകൾ വളരെ ദുഃഖമുള്ളതാണെന്നും ഒലിവർ പറഞ്ഞു. When Mr. Brownlow came to see Oliver, he said, ഒലിവറെ കാണുന്നതിനു വേണ്ടി ബ്രൗൺലോ വന്ന സമയത്ത് ബ്രൗൺലോ ഇപ്രകാരം പറഞ്ഞു. Mrs. Bedwin, look at the picture on the wall and look at Oliver. ബെഡ്വിൻ, നിങ്ങൾ ചുമരിലുള്ള ആ ചിത്രം ഒന്ന് നോക്കൂ. അതിനുശേഷം ഒലിവറെ നോക്കൂ. The head, the eyes, the mouth, they are the same. തലയും കണ്ണുകളും വായയും എല്ലാം ഒരേപോലെയാണ്. I can't believe this. എനിക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. He looked at Oliver and then looked at the picture many times. ബ്രൗൺലോ എന്ന വയസ്സനായ വ്യക്തി ആ ചിത്രവും ഒലിവറിനെയും മാറി മാറി പലതവണ നോക്കി. When Oliver was better, he sat on a chair near his bed. ഒലിവർ ഉന്മേഷവാനായ സമയത്ത് കട്ടിലിന് സമീപമുള്ള ഒരു കസേരയിൽ ഇരുന്നു. Mr. Brownlow had tears in his eyes when he looked at him. ബ്രൗൺലോ എന്ന വയസ്സനായ വ്യക്തിയുടെ കണ്ണുകളിൽ ഒലിവറെ നോക്കിയ സമയത്ത് കണ്ണുനീർ വന്നു. A long time passed, and Oliver was finally well. കുറച്ച് നാളുകൾക്ക് ശേഷം ഒലിവർ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. Mr. Brownlow and Mrs. Bedwin loved little Oliver. ബ്രൗൺലോയും ബെഡ്വിനും ചെറിയ ഒലിവറിനെ സ്നേഹിച്ചു. Mr. Brownlow bought him new clothes. ബ്രൗൺലോ ഒലിവറിനു വേണ്ടി പുതിയ വസ്ത്രങ്ങൾ വാങ്ങി. For the first time in his life, Oliver was happy. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒലിവർ സന്തോഷമുള്ളവനായി. He liked his new home very much. ഒലിവറിന് അവന്റെ പുതിയ വീട് വളരെ ഇഷ്ടപ്പെട്ടു. One day, Mr. Brownlow asked Oliver, Do you like it here? ഒരു ദിവസം ബ്രൗൺലോ ഒലിവറിനോട് ചോദിച്ചു, നിനക്കിവിടെ ഇഷ്ടമാണോ? Oliver said, I'm very happy, sir. You are so kind to me. എനിക്കിവിടെ വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് എന്നോട് വളരെ ദയയുണ്ട് എന്ന് ഒലിവർ മറുപടി പറഞ്ഞു. I want to stay here. Please don't send me away. ഞാനിവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് എന്ന് ഒലിവർ ബ്രൗൺലോയോട് പറഞ്ഞു. Mr. Brownlow said, Of course you can stay here. തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സാധിക്കും എന്ന് ബ്രൗൺലോ ഒലിവറിനോട് പറഞ്ഞു. Mr. Brownlow showed him his library. Oliver was interested in the books. ബ്രൗൺലോ എന്ന വയസ്സനായ വ്യക്തി ഒലിവറിനെ തന്റെ ലൈബ്രറി കാണിച്ചു കൊടുത്തു. ഒലിവറിന് ബുക്സുകളെല്ലാം ഇഷ്ടപ്പെട്ടു. I want to send you to a good school, Oliver. ഒലിവർ, നിന്നെ ഞാൻ ഒരു നല്ല സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ബ്രൗൺലോ പറഞ്ഞു. Then you can read these books. പിന്നെ നിനക്ക് ഈ ബുക്കുകളെല്ലാം വായിക്കാൻ സാധിക്കും. One sunny day, Mr. Brownlow said, Oliver, can you please take these books to the bookshop? ഒരു നല്ല സൂര്യപ്രകാശമുണ്ടായിരുന്ന ദിവസം ബ്രൗൺലോ ഒലിവറിനോട് ഇപ്രകാരം ചോദിച്ചു, നിനക്ക് ഈ ബുക്കുകൾ ആ ബുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? Give this £5 note to the man in the shop. ഈ 5 പൗണ്ട് നോട്ട് നീ ആ ഷോപ്പിലെ വ്യക്തിക്ക് നൽകണം. I am happy to do this for you. said Oliver, smiling. എനിക്ക് ഇത്
താങ്കൾക്ക് വേണ്ടി ചെയ്യാൻ സന്തോഷമുണ്ടെന്ന് ഒലിവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. He took the books and walked happily down the street. ബുക്കുകൾ എടുത്ത് വളരെ സന്തോഷത്തോടുകൂടി ഒലിവർ തെരുവിലൂടെ നടന്നു. Nancy was standing in a small street. ഒരു ചെറിയ തെരുവിൽ നാൻസി നിൽക്കുന്നുണ്ടായിരുന്നു. When he walked into the small street, Nancy saw him. ചെറിയ തെരുവിലൂടെ നടക്കുന്ന സമയത്ത് ഒലിവറിനെ നാൻസി കണ്ടു. She put her arms around him. Oh, my dear brother, I found you. You must come home with me now. You are a bad boy. Oliver cried, Help! Help! എൻ്റെ സഹോദര, ഞാൻ നിന്നെ കണ്ടു. നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണം. നീ ഒരു ചീത്ത കുട്ടിയാണ് എന്ന് ഒലിവറെ കണ്ട സമയത്ത് നാൻസി പറഞ്ഞു. അപകടം മനസ്സിലാക്കിയ ഒലിവർ സഹായിക്കൂ സഹായിക്കൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. Just then Bill Sykes arrived. He said, It's young Oliver. Come home with us. Mother is waiting for us. അപ്പോഴേക്കും ബിൽ സൈക്സ് അവിടെ എത്തിച്ചേർന്നു. ഇത് ചെറിയ ഒലിവറാണ്. നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരൂ. അമ്മ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ബിൽ സൈക്സ് പറഞ്ഞു. Sykes and Nancy pulled Oliver to Fagin's shop. സൈക്സും നാൻസിയും ഒലിവറിനെ വലിച്ച് ഫാഗിന്റെ ഷോപ്പിലേക്ക് കയറ്റി. When they arrived at Fagin's shop, he said, Oliver, I'm happy to see you. ഫാഗിന്റെ ഷോപ്പിൽ ഒലിവർ എത്തിയപ്പോൾ ഒലിവറിനോട് ഫാഗിൻ ഇങ്ങനെ പറഞ്ഞു, ഒലിവർ, നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. Charlie Bates took Oliver's new clothes. ചാർലി ബേറ്റ്സ് ഒലിവറിന്റെ പുതിയ വസ്ത്രങ്ങൾ എടുത്തു. Sykes took the £5 note. സൈക്ക് എന്ന വ്യക്തി ഒലിവറിന്റെ കയ്യിലുണ്ടായിരുന്ന 5 പൗണ്ട് നോട്ട് എടുത്തു. And Fagin took the books. ഫേഗിൻ ബുക്കുകളും എടുത്തു. You can keep me here all my life, Cried Oliver. but please return these books and the £5 note to Mr. Brownlow, please. നിങ്ങൾ എന്നെ എൻ്റെ ജീവിതം മുഴുവൻ ഇവിടെ നിർത്തിക്കോളൂ. പക്ഷേ ദയവ് ചെയ്ത് ഈ ബുക്കുകളും 5 പൗണ്ട് നോട്ടും ബ്രൗൺലോക്ക് തിരിച്ചു നൽകൂ എന്ന് കരഞ്ഞുകൊണ്ട് ഒലിവർ ട്വിസ്റ്റ് പറഞ്ഞു. He mustn't think I am a thief. താൻ ഒരു കള്ളനാണെന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ബുക്കുകളും 5 പൗണ്ട് നോട്ടും തിരികെ നൽകണമെന്നാണ് ഒലിവർ ട്വിസ്റ്റ് ആവശ്യപ്പെട്ടത്. Oh, yes, he must, Said Fagin. Everyone laughed at Oliver. ഒലിവർ ട്വിസ്റ്റ് ഒരു കള്ളനാണെന്ന് ബ്രൗൺലോ ചിന്തിക്കട്ടെ എന്നാണ് ഫാഗിൻ പറഞ്ഞതിൻ്റെ സാരം. എല്ലാവരും ഒലിവറെ നോക്കി ചിരിച്ചു. Oliver jumped up and ran to the door. ഒലിവർ ചാടി എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് ഓടി. ഫാഗിൻ ഹിറ്റ് ഒലിവർ വിത്ത് എ ബിഗ് സ്റ്റിക്ക്. ഒരു വലിയ വടി ഉപയോഗിച്ച് ഫാഗിൻ ഒലിവറെ തല്ലി. നാൻസി പുൾ ദ സ്റ്റിക്ക് ഔട്ട് ഓഫ് ഫാഗിൻസ് ഹാൻഡ്. ഫാഗിൻ്റെ കയ്യിൽ നിന്നും നാൻസി വടി വലിച്ചെടുത്തു. ഷി ത്രൂ ഇറ്റ് ഇൻ ദ ഫയർ. അവൾ അത് തീയിലേക്കിട്ടു. ത്രോ എന്ന വാക്കിൻ്റെ സെക്കൻഡ് ഫോമാണ് ത്രൂ. ഡോൺ ഹിറ്റ് ദ ബോയ് അഗെയിൻ. വീണ്ടും ഒലിവറിനെ മർദ്ദിക്കരുതെന്ന് നാൻസി പറഞ്ഞു. സൈക്സ് pushed Nancy to the floor and Fagin laughed. സൈക്സ് എന്ന വ്യക്തി നാൻസിയെ നിലത്തേക്ക് തള്ളിയിട്ടു. ഫാഗിൻ വളരെയധികം ചിരിച്ചു. Then they locked Oliver in a dark room. പിന്നീട് അവർ ഒലിവറിനെ ഒരു ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ടു. ഇറ്റ് വാസ് നൈറ്റ് ടൈം അറ്റ് മിസ്റ്റർ ബ്രൗൺലോസ് ഹൗസ്. ബ്രൗൺലോയുടെ വീട്ടിൽ അപ്പോൾ രാത്രി സമയമായിരുന്നു. He and Mr. Bedwin waited for Oliver all night, but he never came home. ബ്രൗൺലോയും ബെഡ്വിനും
ഒലിവറിന് വേണ്ടി രാത്രി മുഴുവൻ കാത്തുനിന്നു. പക്ഷേ ഒലിവർ വന്നില്ല. മിസ്റ്റർ ബ്രൗൺലോ വാസ് വെരി സാഡ് ആൻഡ് വറീഡ്. ബ്രൗൺലോ എന്ന വ്യക്തി ദുഃഖിതനും അസ്വസ്ഥനും ആയിരുന്നു. Where was Oliver? ഒലിവർ എവിടെയായിരുന്നു? One rainy night, Fagin went to see Bill Sikes. ഒരു മഴയുള്ള രാത്രിയിൽ ഫാഗിൻ ബിൽ സൈക്സിനെ കാണുന്നതിന് വേണ്ടി പോയി. I want to talk about that big house outside London. ലണ്ടന് പുറത്തുള്ള ആ വലിയ വീടിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഫാഗിൻ ബിൽ സൈക്സിനോട് പറഞ്ഞു. There are many precious things to steal. വിലയേറിയ പല വസ്തുക്കളും അവിടെ നിന്ന് മോഷ്ടിക്കാനുണ്ട്. It's perfect for us. അത് നമുക്ക് അനുയോജ്യമായ സ്ഥലമാണ്. He was very excited. അദ്ദേഹം വളരെ ആവേശത്തിലായിരുന്നു. Yes, it's a very rich house, Said Sikes. അതെ, അതൊരു വിലയേറിയ വീടാണ് എന്ന് സൈക്സ് പറഞ്ഞു. but it will be difficult. പക്ഷേ അത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. The house is completely closed at night. രാത്രിയിൽ ആ വീട് മുഴുവൻ പൂർണ്ണമായും അടച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. There's one small window at the back. പുറകുവശത്തായി ചെറിയ ഒരു ജനാലയുണ്ട്. It's easy to open, അത് തുറക്കാൻ എളുപ്പമാണ്. but only a small boy can enter. പക്ഷേ ഒരു ചെറിയ കുട്ടിക്ക് മാത്രമേ അതിലൂടെ കടക്കാൻ സാധിക്കുകയുള്ളൂ. Oliver is a boy for you, Sikes. Said Fagin. ഒലിവറിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാമെന്നാണ് ഫാഗിൻ പറഞ്ഞതിന്റെ അർത്ഥം. He must stop working for his bread. ഒലിവർ ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് ആരംഭിക്കണം എന്ന് സാരം. The next morning, Oliver found a new pair of shoes near his bed. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്റെ കിടക്കയ്ക്ക് സമീപമായി ഒരു പുതിയ പെയർ ഷൂസ് ഒലിവർ കണ്ടു. He was very happy. ഒലിവറിന് വളരെ സന്തോഷമായി. Tonight you must go to see Bill Sikes. Said Fagin. ഇന്ന് രാത്രി നീ ബിൽ സൈക്സിനെ കാണുന്നതിന് വേണ്ടി പോകണമെന്ന് ഒലിവർ ട്വിസ്റ്റിനോട് ഫാഗിൻ പറഞ്ഞു. Why? Asked Oliver. എന്തിനു വേണ്ടിയാണെന്ന് ഒലിവർ ചോദിച്ചു. Sikes can tell you. സൈക്സ് നിന്നോട് പറയുമെന്ന് ഫാഗിൻ ഒലിവറിനോട് പറഞ്ഞു. Be careful, Oliver. He's a cruel man. ഒലിവർ, നീ വളരെ ശ്രദ്ധിക്കണം. അദ്ദേഹം ക്രൂരനായ ഒരു വ്യക്തിയാണ് എന്ന് ഫാഗിൻ ഒലിവറിനോട് പറഞ്ഞു. Do what he tells you. Fagin said. സൈക്സ് പറയുന്നത് പോലെ ചെയ്യാൻ ഒലിവർ ട്വിസ്റ്റിനോട് ഫാഗിൻ ആവശ്യപ്പെട്ടു. Oliver was afraid. ഒലിവറിന് ഭയം തോന്നി. He prayed God to help him. ഒലിവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. Nancy came and took Oliver to Sikes. നാൻസി വരികയും ഒലിവറിനെ സൈക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് അർത്ഥം. Be good and quiet. Give me your hand. She said. നല്ലവനായിരിക്കണം, ശാന്തനായിരിക്കണം, നിന്റെ കൈ എനിക്ക് തരൂ എന്ന് നാൻസി ഒലിവറിനോട് പറഞ്ഞു. When Sikes saw Oliver, he put a pistol to his head. ഒലിവറെ കണ്ട സമയത്ത് സൈക്ക് ഒലിവറിന്റെ തലയ്ക്കു നേരെ തോക്ക് ചൂണ്ടി എന്നർത്ഥം. Do what I say, or I'll shoot you. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെക്കും എന്ന് സൈക്ക് ഒലിവറിനോട് പറഞ്ഞു. ഡു യു ഹിയർ മീ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? Oliver heard him and was terrified. ഒലിവർ സൈക്സ് പറഞ്ഞത് കേട്ടു. അവന് വളരെ ഭയം തോന്നി. He didn't say a word. ഒലിവർ ഒന്നും തന്നെ പറഞ്ഞില്ല. Now, come with me. Said Sikes. എൻ്റെ കൂടെ വരൂ എന്ന് സൈക്സ് ഒലിവറിനോട് പറഞ്ഞു.
Sykes and Oliver walked together in the cold fog. സൈക്സും ഒലിവറും തണുത്ത മൂടൽമഞ്ഞിലൂടെ ഒരുമിച്ച് നടന്നു. After some time, they arrived in the country. അല്പസമയത്തിന് ശേഷം അവർ ഗ്രാമപ്രദേശത്ത് എത്തിച്ചേർന്നു. They met another thief called Toby Crackit. ടോബി ക്രാക്കിറ്റ് എന്ന വേറൊരു കള്ളനെ അവരവിടെ കണ്ടുമുട്ടി. Oliver walked between the two thieves. രണ്ട് കള്ളന്മാരുടെയും നടുവിൽ ഒലിവർ നടന്നു. Soon they climbed a wall and saw a big country house. ഉടനെ തന്നെ അവർ ഒരു മതിൽ ചാടിക്കടന്നു. ഗ്രാമപ്രദേശത്തുള്ള ഒരു വലിയ വീട് കണ്ടു. The night was cold and foggy. രാത്രിയിൽ നല്ല തണുപ്പും മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. When Oliver saw the country house, he understood their terrible plan. ഗ്രാമപ്രദേശത്തുള്ള ആ വീട് കണ്ടപ്പോൾ എന്താണ് പദ്ധതി എന്ന് ഒലിവറിന് മനസ്സിലായി. He fell to his knees and said, Please let me go. I don't want to steal. ഞാൻ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് സൈക്സിന്റെ കാലിൽ പിടിച്ച് ഒലിവർ ട്വിസ്റ്റ് പറഞ്ഞു. I prefer to die here. മരിക്കേണ്ടി വന്നാലും മോഷ്ടിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒലിവർ ട്വിസ്റ്റ് പറഞ്ഞു എന്ന് സാരം. Toby Crackit put his hand over Oliver's mouth. ടോബി ക്രാക്കറ്റ് തന്റെ കൈ ഉപയോഗിച്ച് ഒലിവറിന്റെ വായ അടച്ചു. സൈക്സ് ഓപ്പൺ ദ സ്മോൾ വിൻഡോ അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹൗസ്. വീടിന്റെ പുറകുവശത്തുള്ള ചെറിയ ജനാല സൈക്സ് തുറന്നു. Then he put a pistol to Oliver's head and whispered, Listen. ഒലിവറിന്റെ തലയിൽ തോക്ക് വെച്ചതിന് ശേഷം വളരെ പതുക്കെ സൈക്സ് ഇപ്രകാരം പറഞ്ഞു. Go in through this small window. Then go to the front door. Open it and we will enter the house. ഈ ചെറിയ ജനാലയിലൂടെ ഉള്ളിലേക്ക് കടക്കൂ. അതിനുശേഷം മുൻവശത്തുള്ള ഡോറിന്റെ അടുത്തേക്ക് ചെന്ന് അത് തുറക്കൂ. ഞങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കാം. സൈക്സ് എന്ന വ്യക്തി ഒലിവർ ട്വിസ്റ്റിനോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. Remember, I'm watching you. I have a pistol. ഞാൻ നിന്നെ വീക്ഷിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. Oliver went in through the window. ഒലിവർ ജനാലയിലൂടെ വീട്ടിലേക്ക് കടന്നു. He wanted to warn the family, so he started going up the stairs. ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്ന്, സൂചന നൽകണമെന്ന് ഒലിവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് ചവിട്ടുപടി കയറി അവൻ മുകളിലോട്ട് പോയി. Sykes cried, Come back! തിരിച്ചു വരൂ എന്ന് വളരെ ദേഷ്യത്തിൽ സൈക്സ് ഒലിവർ ട്വിസ്റ്റിനോട് പറഞ്ഞു. Suddenly there was a light. പെട്ടെന്ന് അവിടെ വെളിച്ചം വന്നു. Oliver saw two men at the top of the stairs. ഒലിവർ രണ്ട് വ്യക്തികളെ ചവിട്ടുപടിയുടെ മുകളിൽ കണ്ടു. There was a loud noise, a light and some smoke from the pistol. തോക്കിൽ നിന്ന് വെളിച്ചവും ശബ്ദവും പുകയും വന്നു. Oliver felt a terrible pain. ഒലിവറിന് കഠിനമായ വേദന തോന്നി. He was terrified and ran back to the small window. ഒലിവർ വളരെയധികം ഭയക്കുകയും ചെറിയ ആ ജനാലയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തു. സൈക്സ് put his arm through the window. ജനാലയുടെ ഉള്ളിലൂടെ സൈക്സ് തന്റെ കൈകളിട്ടു. He pulled Oliver quickly through the window. ജനാലയുടെ ഉള്ളിലൂടെ അവൻ ഒലിവർ ട്വിസ്റ്റിനെ പുറത്തേക്ക് വലിച്ചെടുത്തു. Oliver is hurt, said Sykes. ഒലിവറിന് മുറിവേറ്റു എന്ന് സൈക്സ് പറഞ്ഞു. Look at the blood.
He carried Oliver to the garden wall. പൂന്തോട്ടത്തിന്റെ മതിലിന്റെ സമീപത്തേക്ക് ഒലിവറിനെ അവൻ കൊണ്ടുപോയി. Oliver was very cold, and then he saw and heard no more. ഒലിവർ തണുത്ത് മരവിച്ചു എന്ന് സാരം. പിന്നീട് അവൻ ഒന്നും കേൾക്കുകയോ കാണുകയോ ചെയ്തില്ല. ഒലിവറിന് ബോധം നഷ്ടപ്പെട്ടു എന്ന് സാരം. Hurry, said Toby Crackit. The men and their dogs are following us. വേഗത്തിലാകട്ടെ, ആ രണ്ടു മനുഷ്യരും അവരുടെ പട്ടികളും നമ്മളെ പിന്തുടരുന്നുണ്ട് എന്ന് ടോബി ക്രാക്കറ്റ് സൈക്സിനോട് പറഞ്ഞു. സൈക്സ് ലെഫ്റ്റ് ഒലിവർ അറ്റ് ദ ഗാർഡൻ വാൾ. പൂന്തോട്ടത്തിന്റെ മതിലിന് സമീപം ഒലിവർ ട്വിസ്റ്റിനെ സൈക്സ് ഉപേക്ഷിച്ചു. He ran away with Toby Crackit. ടോബി ക്രാക്കറ്റിന്റെ കൂടെ അവൻ അകലേക്ക് ഓടിപ്പോയി. 2 men and their dogs followed them. രണ്ടു മനുഷ്യരും അവരുടെ പട്ടികളും അവരെ പിന്തുടർന്നു. There were servants of the country house. അവർ ആ വീട്ടിലെ ജോലിക്കാരായിരുന്നു. Do you see anyone, Giles? Asked Mr. Brittles. ജൈൽസ്, ബ്രിട്ടിൽസ് എന്നിവരായിരുന്നു ആ വീട്ടിലെ വേലക്കാർ. ജൈൽസ്, നിങ്ങൾ ആരെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ബ്രിട്ടിൽസ് ജൈൽസിനോട് ചോദിച്ചു. It's too dark. I can't see anything, Said Mr. Giles. വളരെ ഇരുട്ടാണ്, എനിക്കൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്ന് ജൈൽസ് പറഞ്ഞു. The 2 men returned to the country house. ആ രണ്ടു മനുഷ്യരും ആ വീട്ടിലേക്ക് തിരിച്ചുപോയി. They didn't see Oliver's body. ഒലിവറിന്റെ ശരീരം അവർ കണ്ടില്ല. Oliver stayed on the cold, wet ground all night. തണുത്ത നനഞ്ഞ സ്ഥലത്ത് രാത്രി മുഴുവൻ ഒലിവർ കിടന്നു. The next morning it was raining. പിറ്റേ ദിവസം പ്രഭാതത്തിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. Oliver woke up. ഒലിവർ ഉണർന്നു. His left arm was covered with blood. He got up slowly and tried to walk. ഒലിവറിന്റെ ഇടതുകൈ ചോരയിൽ മുങ്ങിയിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റു നടക്കുവാൻ ശ്രമിച്ചു. He saw the country house and thought, ഗ്രാമപ്രദേശത്തുള്ള ആ വീട് കണ്ടപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു. Perhaps the people in that house can help me. ഒരുപക്ഷെ ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് എന്നെ സഹായിക്കാൻ സാധിച്ചേക്കാം. He knocked at the door and fell to the ground. അവൻ വാതിലിൽ മുട്ടുകയും നിലത്ത് വീഴുകയും ചെയ്തു. Mr. Giles and Mr. Brittles opened the door. ജൈൽസ് എന്ന വ്യക്തിയും ബ്രിട്ടിൽസ് എന്ന വ്യക്തിയും വാതിൽ തുറന്നു. A boy, Said Mr. Giles. Then he saw the blood on Oliver's clothes. ഒരു കുട്ടിയോ എന്ന് ജൈൽസ് ആശ്ചര്യത്തോടെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഒലിവറിന്റെ വസ്ത്രത്തിലുള്ള രക്തം കണ്ടു. Look! It's one of the thieves! നോക്കൂ, ഇത് കള്ളന്മാരിൽ ഒരുവനാണ്. He told the ladies, Here he is! I shot him, madam! Do you want to see him? അവൻ ഇവിടെയുണ്ട്, അവനെ ഞാൻ വെടിവെച്ചിട്ടു. നിങ്ങൾ അവനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വേലക്കാരൻ അവിടെയുണ്ടായിരുന്ന സ്ത്രീകളോട് ചോദിച്ചു. Oh, not now. said Rose Maylie. ഇപ്പോൾ വേണ്ട എന്ന് റോസ് മേലി എന്ന സ്ത്രീ വേലക്കാരനോട് പറഞ്ഞു. She was a beautiful girl of 17. 17 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. She had blue eyes and a kind smile. നീലക്കണ്ണുകളും നല്ല പുഞ്ചിരിയും അവൾക്കുണ്ടായിരുന്നു. She lived with her aunt, Mrs. Maylie. അവൾ അവളുടെ ആന്റിയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. മിസ്സിസ് മെയ്ലി എന്നായിരുന്നു ആന്റിയുടെ പേര്. Take him upstairs to Mr. Giles's room. മുകളിൽ
ജൈൽസിന്റെ റൂമിലേക്ക് അവനെ കൊണ്ടുപോകൂ എന്ന് അവൾ പറഞ്ഞു. Mr. Brittles, please go to town and ask Dr. Losberne to come immediately. ബ്രിട്ടിൽസ്, നിങ്ങൾ നഗരത്തിലേക്ക് പോകൂ. ഡോക്ടർ ലോസ്ബേണിനോട് വേഗത്തിൽ വരുവാൻ ആവശ്യപ്പെടൂ. When Dr. Losberne arrived, he said, ഡോക്ടർ ലോസ്ബേൺ എത്തിച്ചേർന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. "What a terrible thing! Thieves in the night! Are you ladies well?" എന്തു മോശം കാര്യമാണ്, കള്ളന്മാർ രാത്രിയിൽ. നിങ്ങളെല്ലാവരും നല്ല നിലയിലാണോ എന്ന് ഡോക്ടർ ലോസ്ബേൺ അവരോട് ചോദിച്ചു. Yes, thank you. But please look at the boy upstairs. He's hurt. ഞങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ മുകളിലുള്ള കുട്ടി, അവനെ ഒന്ന് പരിശോധിക്കൂ. അവന് മുറിവേറ്റിട്ടുണ്ട്. Of course, Dr. Losberne said. He stayed upstairs a long time. ഡോക്ടർ ലോസ്ബേൺ ഒലിവറിനു വേണ്ടി കുറെ സമയം ചിലവഴിച്ചു എന്ന് സാരം. Finally, he came down and said, "Ladies, please come upstairs with me." അവസാനം ഡോക്ടർ തിരിച്ചു വന്ന് ഇപ്രകാരം പറഞ്ഞു. എൻ്റെ കൂടെ ഒന്ന് മുകളിലോട്ട് വരൂ. Rose and Mrs. Maylie followed the doctor. റോസും മിസ്സിസ് മെയ്ലിയും ഡോക്ടറെ പിന്തുടർന്നു. They had a big surprise. അവർക്ക് അതിശയം തോന്നി. They did not see a bad criminal in bed. മോശമായ ഒരു കുറ്റവാളിയെ അവർ ബെഡിൽ കണ്ടില്ല. They saw a little boy sleeping. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ആൺകുട്ടിയെയാണ് അവർ കണ്ടത്. They looked at him in silence. നിശബ്ദമായി അവർ അവനെ നോക്കി. Rose sat down near the bed. റോസ് ബെഡിന് സമീപം ഇരുന്നു. Oliver smiled in his sleep. ഒലിവർ ഉറക്കത്തിൽ ചിരിച്ചു. This poor boy cannot be a thief, said Mrs. Maylie. ഈ പാവം കുട്ടി എന്തായിരുന്നാലും ഒരു കള്ളനായിരിക്കുകയില്ല എന്ന് മിസ്സിസ് മെയ്ലി പറഞ്ഞു. He's so young, said Rose with tears in her eyes. ഈ കുട്ടി വളരെ ചെറിയ കുട്ടിയാണെന്ന് കരഞ്ഞുകൊണ്ട് റോസ് പറഞ്ഞു. റോസിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു എന്നർത്ഥം. In the evening, Oliver woke up after a long sleep. വൈകുന്നേരമായപ്പോൾ നീണ്ട നിദ്രയ്ക്ക് ശേഷം ഒലിവർ ഉണർന്നു. He told them the story of his sad life. ദുഃഖം നിറഞ്ഞ ജീവിതത്തിന്റെ കഥ അവൻ അവരോട് പറഞ്ഞു. He also told them about kind Mr. Brownlow. ദയാലുവായ ബ്രൗൺലോയെക്കുറിച്ചും അവൻ അവരോട് പറഞ്ഞു. He spoke slowly and softly because he was very weak. അവൻ വേഗത കുറച്ച് സ്വരം കുറച്ചാണ് സംസാരിച്ചിരുന്നത്, കാരണം അവൻ വളരെ ക്ഷീണിതനായിരുന്നു. He had a high temperature. അവന് വളരെ കൂടുതൽ പനിയുണ്ടായിരുന്നു. He was ill for a very long time. കുറെ നാളുകൾ അവന് സുഖമുണ്ടായിരുന്നില്ല. Rose and Mrs. Maylie took care of him. റോസും മിസ്സിസ് മെയ്ലിയും അവനെ പരിചരിച്ചു. They were gentle and kind. അവർ വളരെ നല്ലവരും ദയയുള്ളവരുമായിരുന്നു. Oliver slowly got better. ഒലിവർ പതുക്കെ പതുക്കെ സുഖം പ്രാപിച്ചു. He went for walks with Rose and Mrs. Maylie. റോസിന്റെയും മിസ്സിസ് മെയ്ലിയുടെയും കൂടെ അവൻ നടക്കുവാൻ പോയിരുന്നു. He listened to Rose playing the piano and singing. റോസ് പിയാനോ വായിക്കുന്നതും പാടുന്നതും അവൻ ശ്രവിച്ചിരുന്നു എന്ന് സാരം. He listened to her reading aloud. അവൾ സ്വരത്തിൽ വായിക്കുന്നത് അവൻ കേട്ടിരുന്നു. Oliver helped in the garden. ഒലിവർ പൂന്തോട്ടത്തിൽ സഹായിച്ചു. പൂന്തോട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിൽ ഒലിവർ സഹായിച്ചു എന്ന് സാരം. After some time, a kind old man gave him lessons every day. കുറച്ച് നാളുകൾക്ക് ശേഷം ദയുള്ള ഒരു മനുഷ്യൻ അവനെ എല്ലാ ദിവസവും പഠിപ്പിച്ചു എന്ന് സാരം. 3 months passed, and Oliver was very happy.
3 മാസങ്ങൾ കടന്നുപോയി. ഒലിവർ വളരെ സന്തോഷമുള്ളവനായിരുന്നു. He loved Rose and Mrs. Maylie with all his heart. ഒലിവർ റോസിനെയും മിസ്സിസ് മെയ്ലിയെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. What can I do for you? Oliver asked Rose and Mrs. Maylie. You were so kind to me when I was ill. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒലിവർ റോസിനോടും മിസ്സിസ് മെയ്ലിയോടും ഇപ്രകാരം ചോദിച്ചു. എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് വളരെയധികം കരുണ കാണിച്ചു, ദയ കാണിച്ചു. Rose smiled and said, We are very happy you are here with us. റോസ് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. നീ ഞങ്ങളുടെ കൂടെ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. Mrs. Maylie and Rose took Oliver to their country cottage. മിസ്സിസ് മെയ്ലിയും റോസും ഒലിവറിനെ ഗ്രാമപ്രദേശത്തുള്ള തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. It was a lovely place. There were trees and flowers everywhere. അത് വളരെ നല്ല സ്ഥലമായിരുന്നു. അവിടെ മരങ്ങളും പൂക്കളും എല്ലായിടത്തും ഉണ്ടായിരുന്നു. Oliver became strong and healthy. ഒലിവർ കരുത്തുള്ളവനും ആരോഗ്യമുള്ളവനും ആയി. The country is very different from the noisy city. I love the country. Oliver said. ഗ്രാമപ്രദേശം ശബ്ദമുള്ള നഗരപ്രദേശത്തിനേക്കാളും തീർത്തും വ്യത്യസ്തമാണ്. ഞാൻ ഗ്രാമപ്രദേശത്തെ ഇഷ്ടപ്പെടുന്നു. ഇപ്രകാരം ഒലിവർ പറഞ്ഞു. After 3 months, they returned home. 3 മാസങ്ങൾക്ക് ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. One afternoon, Oliver sat at his desk near the window. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒലിവർ ജനാലയ്ക്ക് സമീപമുള്ള മേശയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു. He studied his lessons. Suddenly, he saw 2 men at the window. ഒലിവർ പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് ജനാലയ്ക്ക് സമീപം അവൻ 2 പേരെ കണ്ടു. Oh no, it's Fagin and another man. Oliver thought. ഫാഗിനെയും മറ്റൊരു വ്യക്തിയെയുമാണ് ഒലിവർ കണ്ടതെന്ന് സാരം. Fagin was with a strange man called Monks. Monks was tall and had an angry face. മങ്സ് എന്ന വ്യക്തിയെയാണ് ഫാഗിന്റെ കൂടെ ഒലിവർ കണ്ടത്. മങ്സ് ഉയരമുള്ളവനും ദേഷ്യമുള്ള മുഖമുള്ളവനുമായിരുന്നു. He wore a black coat. അവനൊരു കറുത്ത കോട്ട് ധരിച്ചിരുന്നു. Fagin said to Monks. That's the boy. Yes, it's Oliver, Said Monks. Oliver jumped up. The 2 men ran away. Fagin! Fagin! Cried Oliver. ഫാഗിൻ ഒലിവറെ കണ്ട് മനസ്സിലാക്കുകയും ഫാഗിനെ കണ്ട ഒലിവർ പേടിച്ച് കരയുകയും ചെയ്തു എന്ന് സാരം. 2 servants came into the room and said, What's happening here? 2 സേവകർ മുറിയിൽ വന്ന് ഇപ്രകാരം ചോദിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? I just saw Fagin and another terrible man. Oliver said. His face was white. ഞാൻ ഇപ്പോൾ തന്നെ ഫാഗിനെയും മറ്റൊരു വ്യക്തിയെയും കണ്ടു എന്ന് ഒലിവർ സേവകരോട് പറഞ്ഞു. The servants ran out into the garden. They looked for the 2 men, but did not find them. The servants ran out into the garden. They looked for the 2 men, but did not find them. സേവകർ പൂന്തോട്ടത്തിലേക്ക് ഓടിച്ചെന്ന് നോക്കി. അവർ ആ 2 വ്യക്തികളെയും അന്വേഷിച്ചുവെങ്കിലും അവർ അവരെ കണ്ടില്ല. Mr. Bumble was now the master of the workhouse where Oliver was born. മിസ്റ്റർ ബംപിൾ ആയിരുന്നു ഒലിവർ ജനിച്ച വർക്ക് ഹൗസിന്റെ അപ്പോഴത്തെ മേധാവി. One evening, Monks went to talk to him. ഒരു വൈകുന്നേരം ബംപിളിനെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബംപിളിന്റെ അടുത്തേക്ക് മോങ്സ് പോയി. Are you Mr. Bumble? Asked Monks. Yes, I'm the master of the workhouse, Said Mr. Bumble with an important voice. My name is Monks. Listen to me.
You must tell me something. He put 2 gold coins on the table. ഒലിവറിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മോങ്സ് ബംബിളിൻ്റെ അടുത്തേക്ക് പോയത്. കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുന്നതിന് വേണ്ടി 2 സ്വർണ്ണ നാണയങ്ങൾ മോങ്സ് ബംബിളിന് കൊടുത്തു എന്ന് സാരം. Mr. Bumble put them quickly in his pocket. സ്വർണ്ണ നാണയങ്ങൾ വളരെ പെട്ടെന്ന് ബംബിൾ പോക്കറ്റിലിട്ടു. 12 years ago, a boy was born in your workhouse. His mother died after he was born, Monk said. 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആൺകുട്ടി നിങ്ങളുടെ വർക്ക് ഹൗസിൽ ജനിച്ചു. അവൻ ജനിച്ചതിന് ശേഷം അവൻ്റെ അമ്മ മരിച്ചു. ഈ കാര്യങ്ങൾ മോങ്സ് ബംബിളിനോട് പറഞ്ഞു. Yes, I remember. That boy is Oliver Twist, said Mr. Bumble. ഒലിവർ ട്വിസ്റ്റിനെ കുറിച്ച് ബംബിളിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു എന്ന് സാരം. Your wife was with Oliver's mother when she died. Your wife took something from her. I want to talk to her. Meet me at the old house near the river tomorrow night. ഒലിവറിന്റെ അമ്മ മരിച്ച സമയത്ത് നിങ്ങളുടെ ഭാര്യ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭാര്യ അവളുടെ പക്കൽ നിന്നും എന്തോ എടുത്തു. ഞാൻ അവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ രാത്രി പുഴയുടെ തീരത്തുള്ള പഴയ വീട്ടിൽ എന്നെ വന്ന് കാണൂ. ഇപ്രകാരം മോക്സ് ബംബിളിൻ്റെ അടുത്ത് പറഞ്ഞു. The next night, Mr. and Mrs. Bumble went to the house near the river. പിറ്റേ ദിവസം രാത്രി ബംബിളും ഭാര്യയും പുഴയ്ക്ക് സമീപമുള്ള ആ വീട്ടിലേക്ക് പോയി. Sit down. Monk said. Now, tell me about Oliver Twist's mother. I want £25 in gold, said Mrs. Bumble. Monks gave her the money. ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മയെക്കുറിച്ച് പറയൂ എന്ന് മോങ്സ് മിസ്സിസ് ബംബിളിൻ്റെ അടുത്ത് പറഞ്ഞു. മിസ്സിസ് ബംബിൾ പണം ആവശ്യപ്പെടുകയും മോങ്സ് നൽകുകയും ചെയ്തു. Mrs. Bumble gave him a gold wedding ring. Cut in the ring was a name, Agnes. ബംബിളിന്റെ ഭാര്യ മോങ്സിന് ആഗ്നസ് എന്ന പേര് എഴുതിയ ഒരു സ്വർണ്ണ വിവാഹമോതിരം നൽകി. Monks looked at the gold ring. Then he threw it into the river. മോങ്സ് ആ വിവാഹമോതിരം നോക്കി. അതിനുശേഷം അത് പുഴയിലേക്ക് എറിഞ്ഞു. No one can find it there, he said with an angry voice. ആർക്കും തന്നെ അത് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് വളരെ ദേഷ്യത്തിൽ മോങ്സ് പറഞ്ഞു. Bill Sikes was ill for several weeks, and Nancy took care of him. ബിൽ സൈക്സിന് കുറച്ചാഴ്ചകളോളം സുഖമുണ്ടായിരുന്നില്ല. നാൻസിയാണ് അവനെ പരിചരിച്ചിരുന്നത്. She loved Bill Sikes. നാൻസി ബിൽ സൈക്സിനെ സ്നേഹിച്ചിരുന്നു. One day, he said to Nancy, go to Fagin and ask him for some money. ഒരു ദിവസം ബിൽ സൈക്സ് നാൻസിയോട് പറഞ്ഞു, ഫാഗിന്റെ അടുത്തേക്ക് പോകൂ, കുറച്ച് പണം ആവശ്യപ്പെടൂ. When Nancy arrived at Fagin's house, he said, Sir, Sykes wants some money. Wait here. നാൻസി ഫാഗിന്റെ വീട്ടിലെത്തിയപ്പോൾ ഫാഗിൻ ഇപ്രകാരം പറഞ്ഞു, സൈക്സിന് പണം ആവശ്യമുണ്ടല്ലേ, ഇവിടെ കാത്തു നിൽക്കൂ. At that moment, Monks came to see Fagin. Monks looked at Nancy. ആ സമയത്ത് മോങ്സ് ഫാഗിനെ കാണുന്നതിന് വേണ്ടി വന്നു. മോങ്സ് നാൻസിയെ നോക്കി. Fagin said, It's all right, Monks. Nancy is one of my young people. Let's go to the other room. I must talk to you about something important, said Monks. Fagin and Monks went to the other room and shut the door. ഫാഗിനും മോങ്സും നാൻസിയെ കൂട്ടാതെ സംസാരിക്കുന്നതിന് വേണ്ടി മറ്റൊരു മുറിയിൽ പോയി എന്ന് സാരം.
Nancy listened quietly at the door. നാൻസി ശബ്ദമുണ്ടാക്കാതെ ഡോറിന് സമീപം നിന്ന് എല്ലാം കേട്ടു. She heard terrible things. She was very unhappy. She decided to go to the hotel near Hyde Park to talk to Rose Maylie. നല്ലതല്ലാത്ത കാര്യങ്ങളാണ് അവൾ കേട്ടത്. അവൾക്ക് വളരെ വിഷമം തോന്നി. റോസ് മെയ്ലിയുമായി സംസാരിക്കുവാൻ അവൾ തീരുമാനിച്ചു എന്ന് സാരം. Monks left, and Fagin gave Nancy some money. മോങ്സ് പോയി. ഫാഗിൻ നാൻസിക്ക് പണം നൽകി. The next day, Nancy went to buy food and drink for Sykes. അടുത്ത ദിവസം സൈക്സിനു വേണ്ടി ഭക്ഷണവും പാനീയവും മേടിക്കുന്നതിനു വേണ്ടി നാൻസി പോയി. He drank a lot and fell asleep. അവൻ വളരെയധികം കുടിച്ചു, മയങ്ങിപ്പോയി. Sykes is sleeping. I must go now. Thought Nancy. സൈക്സ് ഉറങ്ങുകയാണ്, ഞാൻ ഇപ്പോഴാണ് പോകേണ്ടതെന്ന് നാൻസി ചിന്തിച്ചു. She shut the door silently. She ran across London to a quiet hotel near Hyde Park. Rose, Mrs. Maylie, Dr. Losberne and Oliver were there. ശബ്ദമുണ്ടാക്കാതെ അവൾ ഡോർ അടച്ചു. അവൾ ഓടി അവിടെ ചെന്നപ്പോൾ റോസും മിസ്സിസ് മെയ്ലിയും ഡോക്ടർ ലോസ്ബണും ഒലിവറും അവിടെ ഉണ്ടായിരുന്നു. At 10 o'clock, she entered the hotel. 10 മണിക്ക് അവൾ ഹോട്ടലിൽ പ്രവേശിച്ചു. My name is Nancy. I want to see Miss Rose Maylie, please. She said. It's very important. തൻ്റെ പേര് നാൻസി എന്നാണെന്നും താൻ മിസ് റോസ് മെയ്ലിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്നും നാൻസി ഒരു സേവകനോട് പറഞ്ഞു. A servant looked at her old clothes. ഒരു സേവകൻ അവളുടെ പഴയ വസ്ത്രങ്ങൾ നോക്കി. Then he went upstairs. When he returned, he said, Please, follow me. The servant took Nancy to Rose's room. സേവകൻ നാൻസിയെ റോസിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. I am Rose Maylie. You wanted to see me? Rose's sweet voice and gentle manner surprised Nancy. റോസിന്റെ നല്ല സ്വരവും നല്ല പെരുമാറ്റവും നാൻസിയെ അത്ഭുതപ്പെടുത്തി. She started crying. നാൻസി കരയാൻ തുടങ്ങി. Oh, dear lady. Nancy said. I must tell you a terrible secret. Please sit down, miss, Said Rose. I want to save Oliver. Nancy said to Rose. Oliver? Exclaimed Rose. Nancy told Rose about Monks and Fagin. Monks is a bad man. He knows you are here with Oliver. Oliver is in big danger. Fagin and Monks want to kidnap Oliver. മോങ്സിനെ കുറിച്ചും ഫാഗിനെ കുറിച്ചും നാൻസി റോസിനോട് പറഞ്ഞു. ഒലിവർ വളരെ വലിയ അപകടത്തിലാണെന്നും ഫാഗിനും മോങ്സും ഒലിവറിനെ തട്ടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും നാൻസി റോസിനോട് പറഞ്ഞു. Fagin teaches boys to steal. ഫാഗിൻ ആൺകുട്ടികളെ മോഷ്ടിക്കാൻ പഠിപ്പിക്കുന്നു. Monks wants Fagin to make Oliver a thief. ഫാഗിൻ ഒലിവറിനെ ഒരു കള്ളനാക്കണമെന്ന് മോങ്സ് ആഗ്രഹിക്കുന്നുണ്ട്. Then the police can catch him and put him in prison or kill him. Monks wants his brother to die. ഒലിവർ ഒരു കള്ളനാവുകയാണെങ്കിൽ പോലീസിന് അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനോ കൊല്ലുവാനോ സാധിക്കും. മോങ്സ് അവന്റെ സഹോദരൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. His brother? Exclaimed Rose. Yes, Oliver is Monks's half-brother. I heard Monks say, nobody knows the name of Oliver's mother. I threw a ring into the river. I don't know all of Monks's plan. ഒലിവർ മോങ്സിന്റെ അർദ്ധ സഹോദരനാണെന്നും ഒലിവറിന്റെ അമ്മയുടെ പേര് മോങ്സിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നും മോങ്സ്
ഒലിവറിന്റെ അമ്മയുടെ മോതിരം പുഴയിലേക്ക് എറിഞ്ഞുവെന്നും നാൻസി പറഞ്ഞു. This is terrible. What can I do to help Oliver? asked Rose. എന്താണ് ഒലിവറെ രക്ഷിക്കുവാൻ എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് റോസ് നാൻസിയോട് ചോദിച്ചു. You must tell this secret to a good man. We must save Oliver. നിങ്ങൾ നിർബന്ധമായും ഈ രഹസ്യം നല്ലൊരു മനുഷ്യനോട് പറയണം. നമുക്ക് എന്തായിരുന്നാലും ഒലിവറെ രക്ഷിക്കണം. When can we meet again? asked Rose. നമുക്ക് എപ്പോഴാണ് വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കുക എന്ന് റോസ് നാൻസിയോട് ചോദിച്ചു. Meet me on London Bridge on Sunday night, between 11 and midnight. I must go now. ഞായറാഴ്ച രാത്രി 11 മണിക്കും അർദ്ധരാത്രിക്കും ഇടയിലായി ലണ്ടൻ ബ്രിഡ്ജിൽ വെച്ച് എന്നെ മീറ്റ് ചെയ്യൂ എന്ന് നാൻസി റോസിനോട് പറഞ്ഞു. എനിക്കിപ്പോൾ പോകണം എന്നും നാൻസി റോസിനോട് പറഞ്ഞു. Oh no, said Rose. don't return to those thieves. ആ കള്ളന്മാരുടെ അടുത്തേക്ക് നീ പോകരുതെന്ന് റോസ് നാൻസിയോട് പറഞ്ഞു. I can help you. എനിക്കു നിന്നെ സഹായിക്കാൻ സാധിക്കും. Take some money and go far away. കുറച്ച് പണം എടുത്തോളൂ എന്നിട്ട് അകലേക്ക് പോകൂ എന്ന് റോസ് നാൻസിയോട് പറഞ്ഞു. You can start a new life. നിനക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ സാധിക്കും. I don't want money, said Nancy. എനിക്ക് പണം വേണ്ട എന്ന് നാൻസി റോസിനോട് പറഞ്ഞു. No one can help me. It's too late. ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. വളരെ വൈകിയെന്നും ആർക്കും തന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്നും നാൻസി റോസിനോട് പറഞ്ഞു. I have no future. Thank you for your kindness, sweet lady. Remember, Sunday night on London Bridge. എനിക്ക് ഭാവിയില്ല. നിങ്ങൾ ദയ കാണിച്ചതിന് നന്ദി. ഞായറാഴ്ച രാത്രി ലണ്ടൻ ബ്രിഡ്ജിലെത്താൻ മറക്കരുത് എന്നുമാണ് നാൻസി റോസിനോട് പറഞ്ഞത്. Oliver knew that Mr. Brownlow lived in London. ബ്രൗൺലോ ലണ്ടനിലാണ് താമസിക്കുന്നതെന്ന് ഒലിവറിന് അറിയാമായിരുന്നു. He wanted to see him again and explain many things. ഒലിവർ ബ്രൗൺലോയെ വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കൂടാതെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് വിവരിക്കണമെന്നും ഒലിവർ ആഗ്രഹിച്ചിരുന്നു. He asked Rose, Can we visit Mr. Brownlow? നമുക്ക് ബ്രൗൺലോയെ സന്ദർശിക്കാൻ സാധിക്കുമോ എന്ന് ഒലിവർ റോസിനോട് ചോദിച്ചു. Yes, I want to meet Mr. Brownlow. Rose said. തീർച്ചയായും ഞാൻ ബ്രൗൺലോയെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് റോസ് ഒലിവറിനോട് പറഞ്ഞു. Oliver was very happy. Rose wanted to meet Mr. Brownlow and tell him Nancy's secret. She knew he was a good man. ഒലിവറിന് വളരെ സന്തോഷമായി. ബ്രൗൺലോയെ കണ്ട് സംസാരിക്കണമെന്നും നാൻസി പറഞ്ഞ രഹസ്യം ബ്രൗൺലോയോട് പറയണമെന്നും റോസ് ആഗ്രഹിച്ചിരുന്നു. ബ്രൗൺലോ ഒരു നല്ല വ്യക്തിയാണെന്ന് റോസിനറിയാമായിരുന്നു. Rose and Oliver took a carriage to Mr. Brownlow's house. റോസും ഒലിവറും ഒരു കുതിരവണ്ടിയിലാണ് ബ്രൗൺലോയുടെ വീട്ടിലേക്ക് പോയത്. When they arrived, Rose said, Oliver, please wait in the carriage for a few minutes. ഒലിവർ കുറച്ചു സമയം ഈ കുതിരവണ്ടിയിൽ കാത്തിരിക്കൂ എന്ന് ഒലിവർ ട്വിസ്റ്റിനോട് റോസ് പറഞ്ഞു. Rose followed a servant to a big sitting room. There she met Mr. Brownlow. He was an old gentleman with kind eyes. റോസ് ഒരു സേവകനെ പിന്തുടർന്ന് സിറ്റിംഗ് റൂമിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ അവൾ ബ്രൗൺലോയെ കണ്ടുമുട്ടി. ബ്രൗൺലോ ഒരു വയസ്സനായ ദയ തോന്നിപ്പിക്കുന്ന കണ്ണുകളുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു. My name is Rose Maylie. I am here to talk about my dear friend, Oliver Twist. എൻ്റെ പേര് റോസ് മെയ്ലി എന്നാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത്
എൻ്റെ സുഹൃത്ത് ഒലിവർ ട്വിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് റോസ് ബ്രൗൺലോയോട് പറഞ്ഞു. Oliver Twist? Oh, please tell me what you know about the poor child. I am very interested in him, said Mr. Brownlow. ദയവ് ചെയ്ത് ആ പാവം കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയുന്നത് എന്നോട് പറയൂ. എനിക്കതിൽ താല്പര്യമുണ്ട് എന്ന് ബ്രൗൺലോ റോസിനോട് പറഞ്ഞു. Rose told him about Oliver. He is a kind boy with a good heart. We love him very much, and he loves you and Mrs. Bedwin. റോസ് ഒലിവറിനെ കുറിച്ച് ബ്രൗൺലോയോട് പറഞ്ഞു. നല്ല മനസ്സുള്ള ദയയുള്ള കുട്ടിയാണ് അവൻ. ഞങ്ങൾക്ക് അവനെ വളരെ ഇഷ്ടമാണ്. അവന് നിങ്ങളെയും മിസ്സിസ് ബെഡ്വിനെയും വളരെ ഇഷ്ടമാണ് എന്നാണ് റോസ് ഒലിവറിനെ കുറിച്ച് ബ്രൗൺലോയോട് പറഞ്ഞത്. This brings me great happiness. Great happiness. But where is Oliver now? Asked Mr. Brownlow. ഇതെനിക്ക് വളരെ സന്തോഷം നൽകുന്നു. വളരെ സന്തോഷം. പക്ഷേ ഒലിവർ ഇപ്പോൾ എവിടെയാണ് എന്ന് ബ്രൗൺലോ റോസിനോട് ചോദിച്ചു. He is in the carriage, said Rose. Oh, please call him. I want to call Mrs. Bedwin. When Oliver saw Mr. Brownlow and Mrs. Bedwin, he was extremely happy. അവൻ കുതിരവണ്ടിയിലാണെന്ന് റോസ് പറഞ്ഞു. അവനെ വിളിക്കൂ. ഞാൻ മിസ്സിസ് ബെഡ്വിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ബ്രൗൺലോ പറഞ്ഞു. ബ്രൗൺലോയെയും മിസ്സിസ് ബെഡ്വിനെയും കണ്ടപ്പോൾ ഒലിവറിന് വളരെ സന്തോഷം തോന്നി. He hugged them and cried with joy. ഒലിവർ അവരെ കെട്ടിപ്പിടിച്ചു. സന്തോഷത്തോടെ കരഞ്ഞു. He had many things to tell them. അവന് അവരോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. After a while, Rose said, Mr. Brownlow, can I talk to you alone? കുറച്ച് സമയങ്ങൾക്ക് ശേഷം റോസ് ബ്രൗൺലോയോട് ഇപ്രകാരം ചോദിച്ചു. എനിക്ക് താങ്കളോട് തനിച്ചൊന്ന് സംസാരിക്കാൻ സാധിക്കുമോ? Of course, dear. Please come into the next room and sit down. Rose told Mr. Brownlow about Nancy's visit. റോസ് നാൻസി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്രൗൺലോയോട് പറഞ്ഞു എന്ന് സാരം. What cruel people, said Mr. Brownlow. എത്ര ക്രൂരന്മാരായ മനുഷ്യരാണ് ഇവർ എന്ന് ബ്രൗൺലോ പറഞ്ഞു. This is a strange mystery. ഇത് ഒരു വിചിത്രമായ രഹസ്യമാണ്. We must find this man called Monks. മോങ്സ് എന്ന് വിളിക്കുന്ന ഈ വ്യക്തിയെ നമ്മൾ കണ്ടെത്തണം. He knows many things. അവന് കുറെ കാര്യങ്ങൾ അറിയാം. Only Nancy can help us, said Rose. നാൻസിക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് റോസ് പറഞ്ഞു. But we must wait until Sunday night. പക്ഷേ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. It was 11 o'clock on Sunday night. ഞായറാഴ്ച രാത്രി 11 മണിയായിരുന്നു അപ്പോൾ സമയം. Sykes and Fagin heard the church bell. സൈക്സും ഫെഗിനും പള്ളിയിലെ മണി അടിക്കുന്നത് കേട്ടു. Nancy heard it too. നാൻസിയും അത് കേട്ടു. A good night for working, said Sykes. ജോലി ചെയ്യാൻ പറ്റിയ നല്ല രാത്രി എന്ന് സൈക്സ് പറഞ്ഞു. I'm going out, said Nancy. ഞാൻ പുറമേക്ക് പോവുകയാണ് എന്ന് നാൻസി പറഞ്ഞു. She put on her hat and left. അവൾ അവളുടെ തൊപ്പി ധരിച്ചു. അതിനുശേഷം പുറത്തേക്ക് പോയി. Fagin looked at Sykes and said, Let her go. ഫെഗിൻ സൈക്സിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, അവൾ പോകട്ടെ. One of my boys can follow her. It was a very foggy night. വളരെ മൂടൽ മഞ്ഞുള്ള ഒരു രാത്രിയായിരുന്നു അത്. Nancy went to London Bridge and met Rose and Mr. Brownlow.
നാൻസി ലണ്ടൻ ബ്രിഡ്ജിൽ പോയി റോസിനെയും ബ്രൗൺലോയെയും കണ്ടു. They went down the steps to the river. Fagin's boy followed Nancy and hid behind the steps. Hide. Hid. Hidden. ഹൈഡ് എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഹിഡ്. ഫാഗിൻ പറഞ്ഞയച്ച കുട്ടി നാൻസിയെ പിന്തുടർന്നു. ചവിട്ടുപടികൾക്ക് പുറകിലായി അവൻ ഒളിച്ചിരുന്നു. He listened to everything. അവൻ എല്ലാം കേട്ടു. Mr. Brownlow said to Nancy, We are here to help Oliver. ബ്രൗൺലോ നാൻസിയോട് ഇപ്രകാരം പറഞ്ഞു, നമ്മളിവിടെ ആയിരിക്കുന്നത് ഒലിവറിനെ സഹായിക്കാൻ വേണ്ടിയാണ്. We want to know about Oliver's mother and father. ഒലിവറിന്റെ അമ്മയെയും അച്ഛനെയും കുറിച്ച് അറിയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. Only monks knows about them. മങ്സിന് മാത്രമേ അവരെക്കുറിച്ച് അറിയുകയുള്ളൂ. We must find him and learn his secret. നമ്മൾ അവനെ കണ്ടെത്തണം, അവന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കണം. Nancy said, You can find monks at the Red Lion Hotel in King Street. നിങ്ങൾക്ക് അവനെ റെഡ് ലയൺ ഹോട്ടലിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് നാൻസി പറഞ്ഞു. He is tall and wears a black coat. അവൻ ഉയരമുള്ള ആളാണ്, കറുത്ത കോട്ടാണ് അവൻ ധരിക്കാറുള്ളത്. He's about 28. He has black hair and a cruel face. He also has a red mark on his neck. ഏകദേശം 28 വയസ്സ് പ്രായമാണ് അവനുള്ളത്. അവന്റെ തലമുടി കറുത്തതാണ്. ക്രൂരമുഖമുള്ളവനാണ് അവൻ. അവന്റെ കഴുത്തിൽ ഒരു ചുവപ്പ് പാടുണ്ട്. A red mark on his neck? exclaimed Mr. Brownlow. കഴുത്തിൽ ചുവന്ന പാടോ എന്ന് ആശ്ചര്യത്തോടുകൂടി ബ്രൗൺലോ ചോദിച്ചു. Do you know him? asked Nancy. നിങ്ങൾക്ക് അവനെ അറിയുമോ എന്ന് നാൻസി ബ്രൗൺലോയോട് ചോദിച്ചു. Perhaps I do, said Mr. Brownlow. Can you tell us about Fagin and Sykes? Where can we find them? ഒരു പക്ഷേ എനിക്കറിയാമെന്ന് ബ്രൗൺലോ നാൻസിയോട് പറഞ്ഞു. ഫാഗിനെ കുറിച്ചും സൈക്സിനെ കുറിച്ചും നിനക്ക് ഞങ്ങളോട് പറയാൻ സാധിക്കുമോ? എവിടെ അവരെ കണ്ടെത്താൻ സാധിക്കും എന്ന് ബ്രൗൺലോ നാൻസിയോട് ചോദിച്ചു. No, I cannot tell you this, said Nancy. Everyone was silent. അതെനിക്ക് പറയാൻ സാധിക്കുകയില്ല എന്ന് നാൻസി പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി. Then Mr. Brownlow said, I understand. Now, what can we do for you, Nancy? ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബ്രൗൺലോ നാൻസിയോട് ചോദിച്ചു. Take this money, please. ഈ പൈസ എടുത്തോളൂ എന്ന് ബ്രൗൺലോ നാൻസിയോട് പറഞ്ഞു. Yes, we want to help you, said Rose. അതെ, ഞങ്ങൾ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് റോസ് നാൻസിയോട് പറഞ്ഞു. No, you cannot help me. You're both very kind. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ വളരെ ദയയുള്ളവരാണ് എന്ന് നാൻസി ബ്രൗൺലോയോടും റോസിനോടും പറഞ്ഞു. But I must go now. God bless you. Good night. Nancy looked around and then ran away. ഞാനിപ്പോൾ പോയേ തീരൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് നാൻസി ബ്രൗൺലോയോടും റോസിനോടും പറഞ്ഞു. ചുറ്റും നോക്കിയതിന് ശേഷം നാൻസി ഓടിപ്പോയി. Rose was very sorry for Nancy. She and Mr. Brownlow returned home in a carriage. റോസും ബ്രൗൺലോയും വീട്ടിലേക്ക് തിരിച്ചുപോയി. Fagin's boy ran to tell Fagin and Sykes everything. ഫാഗിനോടും സൈക്സിനോടും എല്ലാ കാര്യങ്ങളും പറയുന്നതിന് വേണ്ടി ഫാഗിൻ പറഞ്ഞ അയച്ച കുട്ടി ഓടിച്ചെന്നു. Fagin was furious. ഫാഗിൻ വളരെ ദേഷ്യത്തിലായിരുന്നു. His eyes were red and his face was white. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവന്റെ മുഖം വെളുത്തിരുന്നു. He had terrible thoughts.
അവൻ വളരെ മോശമായ കാര്യങ്ങൾ ചിന്തിച്ചു. He was afraid of prison and death. അവന് ജയിലും മരണവും പേടിയായിരുന്നു. Sykes hated Nancy because she wanted to help Oliver. ഒലിവറിനെ സഹായിക്കാൻ നാൻസി ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് സൈക്സ് നാൻസിയെ വെറുത്തു. I want to kill Nancy. I want to kill her. Cried Sykes. ഞാൻ നാൻസിയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന് വളരെ ദേഷ്യത്തിൽ സൈക്സ് പറഞ്ഞു. He ran to his house. Nancy was sleeping. അവൻ വീട്ടിലേക്ക് ഓടിച്ചെന്നു. നാൻസി ഉറങ്ങുകയായിരുന്നു. Get up, Nancy. Cried Sykes. Why are you so angry? Asked Nancy. നിങ്ങൾ എന്തുകൊണ്ട് ദേഷ്യത്തിലാണ് എന്ന് നാൻസി സൈക്സിനോട് ചോദിച്ചു. Tonight you betrayed us, said Sykes. ഇന്ന് രാത്രി നീ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് സൈക്സ് നാൻസിയോട് പറഞ്ഞു. No, Bill. I did not betray you or Fagin. Believe me. Please do not kill me. I said nothing about you or Fagin. Let us leave this terrible place and go away together. Sykes was furious. ഇല്ല, ഞാൻ നിങ്ങളെയോ ഫാഗിനെയോ വഞ്ചിച്ചില്ല. എന്നെ വിശ്വസിക്കൂ. ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. ഞാൻ നിങ്ങളെക്കുറിച്ചോ ഫാഗിനെക്കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞില്ല. നമുക്കൊരുമിച്ച് ഇവിടം വിട്ടു പോകാം എന്ന് നാൻസി സൈക്സിനോട് പറഞ്ഞു. സൈക്സിന് വളരെ ദേഷ്യം വന്നു. He took his pistol and hit Nancy's face again and again. Nancy fell. സൈക്സ് തന്റെ തോക്കെടുത്ത് നാൻസിയുടെ മുഖത്ത് പലതവണ മർദ്ദിച്ചു. നാൻസി നിലത്ത് വീണു. Her face was covered with blood. There was blood everywhere. Nancy was dead. അവളുടെ മുഖത്ത് മുഴുവൻ ചോരയായിരുന്നു. അവിടെയെല്ലാം രക്തമായിരുന്നു. നാൻസി മരിച്ചു. Sykes washed himself, but there was blood on his clothes. തന്റെ ശരീരത്തിലായ രക്തമെല്ലാം സൈക്സ് കഴുകിക്കളഞ്ഞു. പക്ഷേ അവന്റെ വസ്ത്രത്തിൽ രക്തമുണ്ടായിരുന്നു. He ran out of the house. His dog followed him. അവൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അവന്റെ നായ അവനെ പിന്തുടർന്നു. He went to the country. He wanted to hide there. ഗ്രാമപ്രദേശത്തേക്ക് അവൻ പോയി. അവൻ അവിടെ ഒളിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. In the country, the people talked about a terrible murder in London. Sykes was afraid. ലണ്ടനിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് ഗ്രാമപ്രദേശത്തുള്ള ജനങ്ങൾ സംസാരിച്ചു. സൈക്സിന് ഭയം തോന്നി. He thought, I must return to London and hide there. ലണ്ടനിലേക്ക് തിരിച്ചു പോകണമെന്നും അവിടെ ഒളിക്കണമെന്നും സൈക്സ് ചിന്തിച്ചു. After a week, I can go to France. ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഫ്രാൻസിലേക്ക് പോകാൻ സാധിക്കും. But first I must kill my dog. Everyone knows I have a dog. ആദ്യം തന്നെ എൻ്റെ നായയെ ഞാൻ കൊല്ലണം. എനിക്ക് ഒരു നായയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. Sykes called his dog many times, but it ran away. സൈക്സ് അവൻ്റെ നായയെ പലതവണ വിളിച്ചു. പക്ഷേ അത് ഓടിപ്പോയി. Mr. Brownlow, Dr. Losburn, and another friend went to the Red Lion Hotel and kidnapped monks. ബ്രൗൺലോയും ഡോക്ടർ ലോസ്ബനും വേറൊരു സുഹൃത്തും റെഡ് ലൈൻ ഹോട്ടലിൽ ചെന്ന് മോങ്സിനെ തട്ടിക്കൊണ്ടുപോയി. They took him to Miss Maylie's house. They locked him in a room. മേലിയുടെ വീട്ടിലേക്കാണ് അവർ അവനെ കൊണ്ടുപോയത്. അവർ അവനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. Monks was very angry and said, Why are you doing this? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് വളരെ ദേഷ്യത്തിൽ മോങ്സ് ചോദിച്ചു. You were my father's friend. നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു എന്ന് ബ്രൗൺലോയോട് മോങ്സ് പറഞ്ഞു. Yes, I was his good friend, said Mr. Brownlow. അതെ, ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തായിരുന്നു എന്ന് ബ്രൗൺലോ പറഞ്ഞു. I know a lot about you and your criminal friends. You have a brother called Oliver. എനിക്ക് നിന്നെക്കുറിച്ചും നിന്റെ കുറ്റവാളികളായ സുഹൃത്തുക്കളെക്കുറിച്ചും ഒരുപാട് അറിയാം.
നിനക്ക് ഒലിവർ എന്ന ഒരു സഹോദരനുണ്ട് എന്നെല്ലാം ബ്രൗൺലോ മോങ്സിനോട് പറഞ്ഞു. I haven't got a brother, said Monks angrily. എനിക്ക് സഹോദരനില്ല എന്ന് മോങ്സ് വളരെ ദേഷ്യത്തിൽ പറഞ്ഞു. You are lying, said Mr. Brownlow. I know your family history. You are Oliver's half-brother. You have the same father, but not the same mother. നീ നുണ പറയുകയാണ്. നിന്റെ കുടുംബ ചരിത്രം എനിക്കറിയാം. നീ ഒലിവറിന്റെ അർദ്ധ സഹോദരനാണ്. നിങ്ങളുടെ അച്ഛൻ ഒരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങളുടെ അമ്മ ഒരാളല്ല. Your mother was bad. She left your father. നിങ്ങളുടെ അമ്മ മോശക്കാരിയായിരുന്നു. അവൾ നിങ്ങളുടെ അച്ഛനെ ഉപേക്ഷിച്ചു പോയി. He then met and loved a beautiful girl called Agnes. അദ്ദേഹം പിന്നീട് സുന്ദരിയായ ആഗ്നസ് എന്ന പെൺകുട്ടിയെ കണ്ടെത്തുകയും സ്നേഹിക്കുകയും ചെയ്തു. Your father was rich. നിങ്ങളുടെ അച്ഛൻ ധനികനായിരുന്നു. One day he went to Rome for work. ഒരു ദിവസം അദ്ദേഹം ജോലിക്ക് വേണ്ടി റോമിൽ പോയി. Before he went, he told me about Agnes. പോകുന്നതിന് മുൻപ് ആഗ്നസിനെ കുറിച്ച് അവൻ എന്നോട് പറഞ്ഞിരുന്നു. He made a new will in favor of Agnes and her child Oliver. ആഗ്നസിനും അവളുടെ മകൻ ഒലിവറിനും അനുകൂലമായി ഒരു വിൽപത്രം അവൻ തയ്യാറാക്കിയിട്ടുണ്ട്. In Rome, your father became ill and died. റോമിൽ വെച്ച് അദ്ദേഹത്തിന് സുഖമില്ലാതാകുകയും മരിക്കുകയും ചെയ്തു. Your mother went to Rome. She found the will and burnt it. നിന്റെ അമ്മ റോമിലേക്ക് ചെന്നു. വിൽപത്രം കണ്ടെത്തുകയും അത് കത്തിച്ചു കളയുകയും ചെയ്തു. A few days ago, you spoke to Mr. and Mrs. Bumble. They gave you Agnes's ring and you threw it into the river. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നീ ബംബിളിനോടും ബംബിളിന്റെ ഭാര്യയോടും സംസാരിച്ചു. അവർ നിനക്ക് ആഗ്നസിന്റെ മോതിരം നൽകി. നീ അത് പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ബ്രൗൺലോ ഇതെല്ലാം മോങ്സിനോട് പറഞ്ഞു. Monk's face was white. He was very nervous. മോങ്സിന് ഉത്കണ്ഠയും ഭയവും തോന്നിയെന്ന് സാരം. I know other things too. I know that Nancy is dead. The police want to talk to you, Monks. എനിക്ക് മറ്റു പലതും അറിയാം. നാൻസി മരിച്ചുപോയി എന്ന് എനിക്കറിയാം. പോലീസ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെല്ലാം ബ്രൗൺലോ മോങ്സിനോട് പറഞ്ഞു. I didn't kill her, cried Monks. ഞാൻ അവളെ കൊന്നില്ല എന്ന് മോങ്സ് ദേഷ്യത്തിൽ ബ്രൗൺലോയോട് പറഞ്ഞു. Tell that to the police. നീ അത് പോലീസിനോട് പറഞ്ഞാൽ മതി എന്ന് ബ്രൗൺലോ പറഞ്ഞു. Or sign your name on this piece of paper. It tells the truth about Oliver and his father's will. അല്ലെങ്കിൽ നീ ഈ പേപ്പറിൽ ഒപ്പിടണം. ഇത് ഒലിവറിനെ കുറിച്ചും അവന്റെ പിതാവിന്റെ വിൽപത്രത്തെക്കുറിച്ചുമുള്ള സത്യങ്ങളാണ്. It gives Oliver's money back to him. Sign it, Monks, and you are free. നീ ഇത് ഒപ്പിടുകയാണെങ്കിൽ ഒലിവറിന് അവന്റെ പണം ലഭിക്കുമെന്നും നിനക്ക് സ്വതന്ത്രനാകാൻ സാധിക്കുമെന്നും ബ്രൗൺലോ മോങ്സിനോട് പറഞ്ഞു. Monks was afraid. I don't work for Fagin. I didn't kill Nancy. Please don't tell the police about me, he said. മോങ്സിന് ഭയം തോന്നി. ഞാൻ ഫാഗിന് വേണ്ടി ജോലി ചെയ്യുന്നില്ല. ഞാനല്ല നാൻസിയെ കൊന്നത്. ദയവ് ചെയ്ത് എന്നെക്കുറിച്ച് പോലീസിനോട് പറയരുത് എന്നെല്ലാം ബ്രൗൺലോയോട് മോങ്സ് പറഞ്ഞു. He was silent for a while. Then he said, Give me that paper. I want to sign it. Monks read the paper and signed it. Mr. Brownlow let him go free. അല്പനേരത്തേക്ക് മോങ്സ് ഒന്നും തന്നെ പറഞ്ഞില്ല. അതിനുശേഷം മോങ്സ് ഇങ്ങനെ പറഞ്ഞു. ആ പേപ്പർ എനിക്ക് തരൂ. ഞാൻ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പേപ്പറിൽ എഴുതിയത് വായിച്ചതിന് ശേഷം മോങ്സ് അതിൽ സൈൻ ചെയ്തു. ബ്രൗൺലോ അവനെ
വിട്ടയച്ചു. The police found Fagin and put him in prison. പോലീസ് ഫാഗിനെ കണ്ടെത്തുകയും അവനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. Charlie Bates and Toby Crackit escaped. ചാർലി ബേറ്റ്സും ടോബി ക്രാക്കറ്റും രക്ഷപ്പെട്ടു. They hid in an old house on Jacob's Island. ജേക്കബ്സ് ഐലൻഡിലുള്ള ഒരു പഴയ വീട്ടിൽ അവർ ഒളിച്ചു പാർത്തു. Jacob's Island was in the Thames. ജേക്കബ്സ് ഐലൻഡ് ടെമസ് എന്ന സ്ഥലത്തായിരുന്നു. It was a poor and dirty part of London. All the buildings were falling down. വൃത്തിഹീനമായ സാഹചര്യങ്ങളുള്ള വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന ലണ്ടനിലെ ഒരു സ്ഥലമായിരുന്നു ടെമസ് എന്ന് സാരം. വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളായിരുന്നു അവിടെയുള്ളതെല്ലാം. The two boys were afraid. ആ രണ്ട് കുട്ടികൾക്കും ഭയമുണ്ടായിരുന്നു. We're in big danger, Charlie, said Toby Crackit. ചാർലി, നമ്മൾ വളരെ വലിയ അപകടത്തിലാണ് എന്ന് ടോബി ക്രാക്കറ്റ് ചാർലിയോട് പറഞ്ഞു. Fagin is in prison and they're looking for Sykes. ഫാഗിൻ ജയിലിലാണ്, പോലീസ് സൈക്സിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട് എന്ന് ചാർലി പറഞ്ഞു. No one can find us here, said Charlie Bates. ആർക്കും നമ്മളെ ഇവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ചാർലി ബേറ്റ്സ് പറഞ്ഞു. At that moment, there was a knock at the door. It was Sykes. ആ സമയത്ത് ഡോറിൽ ആരോ മുട്ടി. അത് സൈക്സ് ആയിരുന്നു. Charlie Bates jumped at Sykes. You devil, you killed Nancy! ചാർലി ബേറ്റ്സ് സൈക്സിന് നേരെ ചാടി വീണ് ഇങ്ങനെ പറഞ്ഞു, പിശാചേ, നീ നാൻസിയെ കൊന്നു. Sykes pushed him to the floor and kicked him. Toby Crackit wanted to fight, but he was afraid of Sykes. സൈക്സ് ചാർലി ബേറ്റ്സിനെ തള്ളിയിട്ട് മർദ്ദിച്ചു. ടോബി ക്രാക്കറ്റ് സൈക്സിനെ തല്ലണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അവന് സൈക്സിനെ ഭയമായിരുന്നു. Suddenly they heard voices outside. പെട്ടെന്ന് അവർ പുറമേ നിന്നും ഇങ്ങനെ സ്വരം കേട്ടു, Murderer! Where's the dirty murderer? Come out in the open! Sykes went to the window. He saw people with torches in front of the house. സൈക്സ് ജനാലയുടെ അടുത്തേക്ക് ചെന്നു. അവൻ ടോർച്ചുമായി നിൽക്കുന്ന ജനങ്ങളെ കണ്ടു. They saw his face at the window. ജനങ്ങൾ സൈക്സിന്റെ മുഖം കണ്ടു എന്ന് സാരം. There he is! They cried. The murderer! Let's catch him! Let's break the door! Sykes was afraid. സൈക്സിന് ഭയം തോന്നി. He thought about prison and death. അവൻ തടവറയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിച്ചു. Get a long rope, He said to Toby Crackit. നീളമുള്ള ഒരു കയറ് കൊണ്ടുവരൂ എന്ന് സൈക്സ് ടോബി ക്രാക്കറ്റിനോട് പറഞ്ഞു. I must escape from the roof on the riverside. He went onto the roof with the rope in his hands. It was very dark. He lost his balance and he fell to the street. കയറും കൊണ്ട് സൈക്സ് മേൽക്കൂരയിലേക്ക് ചെന്നു. അവിടെ വളരെ ഇരുട്ടായിരുന്നു. സൈക്സിന് ബാലൻസ് നഷ്ടപ്പെടുകയും അവൻ നിലത്ത് വീഴുകയും ചെയ്തു. Sykes was dead. സൈക്സ് മരിച്ചുപോയി. Our story is almost finished. Fagin was hanged for all his crimes. ഫാഗിനെ അവന്റെ എല്ലാ കുറ്റകൃത്യങ്ങളും മൂലം തൂക്കിലേറ്റി. Charlie Bates began a new and honest life. ചാർലി ബേറ്റ്സ് സത്യസന്ധമായ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. He went to work in the country. ഗ്രാമപ്രദേശത്ത് അവൻ ജോലിക്ക് പോയി. Monks went to America and died in prison there. മങ്സ് അമേരിക്കയിലേക്ക് പോവുകയും അവിടുത്തെ ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. Mr. and Mrs. Bumble became very poor. They went to live in a workhouse. ബംബിളും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ പാവപ്പെട്ടവരായി മാറി.
അവർ ഒരു വർക്ക് ഹൗസിൽ ജോലിക്ക് പോയി. Mr. Brownlow adopted Oliver. ബ്രൗൺലോ ഒലിവറിനെ ദത്തെടുത്തു. He, Mrs. Bedwin, and Oliver went to live in a lovely house in the country. ബ്രൗൺലോയും മിസ്സിസ് ബെഡ്വിനും ഒലിവറും ഗ്രാമപ്രദേശത്തുള്ള സുന്ദരമായ ഒരു വീട്ടിൽ ജീവിതം ആരംഭിച്ചു. They were very happy together. Their house was near the Maylies' house. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. അവരുടെ വീട് മെയ്ലിയുടെ വീടിന്റെ അടുത്തായിരുന്നു. Soon, Dr. Losburn bought a house in the same place. അധികം വൈകാതെ ഡോക്ടർ ലോസ്ബണും അവിടെ ഒരു വീട് വാങ്ങി. Oliver often visited his friends. ഒലിവർ അവന്റെ സുഹൃത്തുക്കളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. As Oliver grew up, Mr. Brownlow taught him many things. വലിയ കുട്ടിയായപ്പോൾ ബ്രൗൺലോ ഒലിവറിനെ പല കാര്യങ്ങളും പഠിപ്പിച്ചു എന്ന് സാരം. Oliver loved his new family very much. After all his adventures, Oliver finally found a loving family, true friends, and a comfortable home. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.